അമ്പാടി ലീലകള്, വൃന്ദാവന ലീലകള്, മധുര ലീലകള്, ദ്വാരകാ ലീലകള്, ഇങ്ങനെ ഭഗവാന്റെ ലീലകളെ വിഭജിച്ച് പറയാറുണ്ട്. അവിടെ മധുരാലീലയിലൊക്കെയാണ് ഭഗവാൻ കംസനെ വധിച്ചത്. അതിനുശേഷം ആനർത്ത രാജാക്കന്മാർ നിർമ്മിച്ചതായിട്ടുള്ള കുശസ്ഥലി എന്ന പട്ടണത്തിനെ പുതുക്കി പണിത് ദ്വാരകയാക്കി തീർത്തു. ആ ദ്വാരകയിലുള്ള ഭഗവാന്റെ രുക്മിണി സ്വയംവര ലീല, അതാണ് 78, 79 ദശകങ്ങളിലായിട്ട് ഭട്ടതിരിപ്പാട് വർണ്ണിച്ചത്. ആ രുക്മിണിയെ രാക്ഷസീയ വിധി പ്രകാരം ഭഗവാൻ തട്ടിക്കൊണ്ടുപോകുന്നതും പിന്നീട് വിവാഹം കഴിച്ചതും ദ്വാരകയില് അത്യത്ഭുതമായിട്ടുള്ള വിവാഹ കഥ പറഞ്ഞു. അതിനുശേഷം പിന്നീട് 2 ശ്ലോകങ്ങളും കൂടി ആ ദശകത്തിൽ കൂട്ടി. വിവിധ നർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദാം ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരതനോ രതനോ ദതിലോലതാം. ശ്രീമദ് ഭാഗവതത്തിലെ കരിഹിചിത് എന്ന് പറയുന്ന പേരിൽ 60ാമത്തെ അധ്യായം കൃഷ്ണ രുക്മിണി പ്രണയകലഹം എന്നൊക്കെയാ പറയാം. മനോഹരമായിട്ടൊരു അധ്യായത്തിൽ പറഞ്ഞ ആ കഥയെ ഇവിടെ 2 ശ്ലോകം കൊണ്ട് ഭട്ടതിരിപ്പാട് ചുരുക്കി ആ രുക്മിണി സ്വയംവരത്തിന്റെ ദശകം പറഞ്ഞതോടുകൂടി അവിടെ അതും പറഞ്ഞു വെച്ചു. അതിനുശേഷം സ്യമന്തക കഥ. ഭഗവാൻ ഒരു പേരും കൂടി ഉണ്ടായത് അല്ലേ, കള്ളൻ നമ്മളെപ്പോഴും വിളിക്കണില്ലേ, ഇന്ന് രാവിലെയും കൂടി വിളിച്ചില്ലേ, സ്യമന്തകമണേർഹർത്ത നരനാരായണ കൃതി അല്ലേ. നാം മോഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഇഷ്ടാത്ര ഭഗവാന്, അങ്ങനെയും ഇഷ്ടാന്നാണ്. എന്ത് കള്ളാന്ന് വിളിക്കണത് ഇഷ്ടപ്പെടുന്ന ഒരാള് ഈ ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലും സന്തോഷം. കാരണം അവിടെ പറയുകയും ചെയ്തു, ഈ ഭഗവാൻ കള്ളനായിട്ടുള്ള ഭഗവാന് ചീത്തപ്പേരുണ്ടായ കഥ, ഭഗവാന് ചീത്തപ്പേരുണ്ടായ കഥ കേട്ടാൽ നമ്മുടെ ചീത്തപ്പേര് പോകത്രേ. ദുഷ്കീർത്തിം ദുരിതം അപോഹ്യയാതി ശാന്തിം, അങ്ങനെ പറയാം ഭാഗവതത്തിൽ ഇതിന്റെ ഫലശ്രുതി ഈ സ്യമന്തകത്തിന്റെ. ഇവിടെ പറഞ്ഞു സത്രാജിതസ്ത്വമധലുബ്ധവദർക്കലബ്ധം. പണ്ട് സത്രാജിത്ത് എന്ന് പറയുന്ന ഒരു യാദവൻ, അദ്ദേഹം വലിയ കഷ്ടത്തിലായിരുന്നു. അനവധി രോഗങ്ങള്, ദാരിദ്ര്യം, ഇങ്ങനെ വല്ലാതെ കഷ്ടത്തിലായി. സാധാരണ പറയും പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. നമുക്ക് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കണ ഈ രോഗങ്ങള്, ദാരിദ്ര്യമൊക്കെ കഴിഞ്ഞ ജന്മങ്ങളിലെ ഫലമാണ് എന്നാണ്, ചെയ്ത പാപത്തിന്റെ ഫലമാണ് അത്രയും. അതുകൊണ്ടാണ് ഈ രോഗങ്ങൾ വരിക എന്നുള്ളതാണ് സാധാരണ വേദത്തിന്റെ ഒക്കെ ധാരണയിൽ പറയാം. ഈ സത്രാജിത്തും ഇങ്ങനെ വല്ലാതെ ദാരിദ്ര്യ ദുഃഖമുണ്ട്, രോഗങ്ങളും കൊണ്ടൊക്കെ വല്ലാതെ കഷ്ടപ്പെട്ട് നടക്കുന്ന കാലത്താണ് ഏതോ ഒരാളുടെ ഉപദേശം കിട്ടി, സൂര്യനെ ഭജിച്ചാൽ മതി രോഗങ്ങൾ തീരാനും അതുപോലെ ദാരിദ്ര്യ ദുഃഖം, ആ ദാരിദ്ര്യം തീരാനൊക്കെ ഏറ്റവും നല്ലത് ആരാ? സൂര്യനെ ഭജിക്കുക. കാരണം എന്താ? സൂര്യന് വലിയ പ്രാധാന്യമുണ്ട്. സൂര്യ ആത്മാതൃഗീശ്വരാം, നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ദേവസ്വരൂപമാണ്, ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് സൂര്യൻ. പിന്നെ വേറൊരു വിധത്തിൽ പറയും, ഈ സൂര്യൻ എല്ലാറ്റിനും സാക്ഷിയാണ് അല്ലേ. എത്രയോ കാലങ്ങളായിട്ട് അവിടെ ജ്വലിച്ചു നിൽക്കുന്നതാണ് ഓരോ ജീവനെയും. വെയിലില്ലാതെ കഴിഞ്ഞില്ലേ നമ്മുടെ കഥ. വെയിൽ വന്നാൽ നമ്മൾ അതിനെ ചീത്തയൊക്കെ പറയും, എന്നാലും പോട്ടെ, ഇപ്പൊ 2 ദിവസമായിട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതില്ലാതെ ആവുമ്പോഴല്ലേ ഇതിന്റെ കഥ അറിയുക. കാരണം നമ്മുടെ ശരീരത്തിലും അല്ല, ഈ വൃക്ഷങ്ങളാണ് ഏത് ജീവജാലങ്ങൾക്കും സൂര്യരശ്മി അത്ര സൗകര്യമായിട്ട് അത്യാവശ്യമായിട്ടുള്ള വസ്തു. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ ഓരോ ജീവനെയും സൂര്യൻ അറിയുന്നതാണ്. അപ്പൊ നമ്മള് എത്ര ജന്മം കഴിഞ്ഞിട്ടാന്ന് അറിയില്ല, 81 ലക്ഷം എന്നൊക്കെ അല്ലേ പറഞ്ഞത്, എന്നിട്ടാണ് മനുഷ്യജന്മം കിട്ടിയത്. ഈ ജന്മങ്ങളിലൊക്കെ ചെയ്ത പാപത്തിന്റെയും പുണ്യത്തിന്റെയും ഒക്കെ കണക്കുണ്ട്. CCTV എവിടെയാ? ബാക്കിയുള്ളവരൊക്കെ മറയ്ക്കുക, ആ CCTV നമ്മൾ പറയാം ആരും കണ്ടിട്ടില്ല അല്ലേ, കുറച്ചെടുത്താലും. പക്ഷെ കാണുന്ന ഒരാളുണ്ട്, എല്ലാറ്റിൻ്റെയും വലിയൊരു CCTV അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് സൂര്യൻ ഈ ഓരോ ജീവന്റെയും സഞ്ചാരം അറിയാം. ഇതിങ്ങനെ ജനിച്ചു മരിച്ചു പോകുമ്പോഴും അടുത്ത ശരീരം സ്വീകരിക്കുമ്പോഴും ഒക്കെ സൂര്യൻ ഇതിന് സാക്ഷിയാണ്. അപ്പൊ അതുകൊണ്ടാകൂടിയാണെന്ന് പറയും നമ്മൾ ഈ സൂര്യനെ ഭജൻ. ഈ സൂര്യ നമസ്കാരമൊക്കെ ശരീരത്തിന് മാത്രം അല്ല,
ഇങ്ങനെയുള്ള പാപങ്ങൾ തീരാനും കൂടിയും വലിയ മഹാത്മ്യമുണ്ട്. അങ്ങനെയൊക്കെ വേദങ്ങൾ പറയാം. സൂര്യനെ സ്തുതിക്കണത്, സൂര്യനെ നമസ്കരിക്കണതൊക്കെ. ഏതായാലും സത്രാജിത്തിനോട് പറഞ്ഞു, സൂര്യനെ ഉപാസിച്ചോളൂ. അദ്ദേഹം അനവധികാലം സൂര്യനൊക്കെ ഉപാസിച്ചു. ആ സൂര്യന്റെ അനുഗ്രഹം കൊണ്ട് ദിവ്യമായിട്ടുള്ള ഒരു രത്നം ആണ് കൊടുത്തത്. ദിനേ ദിനേ അഷ്ടഭാരാൻ, 8 ഭാരം കനകത്തെ നിത്യം. 8 ഭാരം സ്വർണം. ഒരു ഭാരം എന്ന് വെച്ചാൽ അപ്പൊ എത്രയാ? ഒരാൾക്ക് ഏറ്റാൻ പറ്റണതാണ് അത്ര ചുമടായിട്ടേ. ഇപ്പോഴാച്ചാ 10 കിലോമീറ്റർ അല്ലേ, അതിലധികം ഒന്നും ഏറ്റാൻ നമ്മളെ കൊണ്ടൊന്നും വയ്യ. പണ്ടൊന്നും അതല്ല, 100-200 കിലോ ഒക്കെ സുഖമായിട്ട് ഏറ്റിയ ആൾക്കാരുണ്ടായിരുന്നില്ലേ. അപ്പൊ എത്രയാച്ചാ കണക്കാക്കിക്കോളൂ. ഇനി അത് വല്ലാണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആരെങ്കിലും ബോധം കെടും. സ്വർണ്ണാണ് ഇത്രയൊക്കെ സ്വർണ്ണം ഒരു ദിവസം, ഈശ്വര അല്ലേ. അപ്പൊ അത് നമ്മൾ അതിരിക്കൊന്നും പോണ്ട. ധാരാളം ധനം കിട്ടും ദിവസേന ആ രത്നം ഇരിക്കണോടത്ത്. മാത്രമല്ല ഈ അരിഷ്ടതകളൊന്നും ഉണ്ടാവില്ല, രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. ആ രത്നം ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഈ ആ സ്യമന്തകം സൂര്യദേവൻ സത്രാജിത്തിന് കൊടുത്തത്. ഇങ്ങനെ രത്നമൊക്കെ കിട്ടി, കേമായി, സൂക്കടൊക്കെ മാറി, ധനം ധാരാളമായി. ഇനിപ്പെന്താ വേണ്ടേ? ഈ ധനത്തിന് ഇങ്ങനെ ഒരു വിശേഷം ഉണ്ട്. എന്താ? ഇല്ലാത്ത കാലത്തെ നമുക്കതിനോട് വില ഉള്ളൂ. കയ്യിൽ ധനം ഇല്ലെങ്കിൽ തോന്നും കുറച്ച് പണം കിട്ടിച്ചാൽ തരക്കടില്ലായിരുന്നു കിട്ടുമെന്ന് അല്ലേ. അതൊരു കുറച്ച് ദിവസമൊക്കെ സന്തോഷാ. ഇത് കഴിഞ്ഞാൽ നോക്കിക്കോളൂ, കുറെ FD ഒക്കെ ആയാലേ പിന്നെ അതിനോട് ഭ്രമം മറക്കും. ഇത് ഈ ഭൗതികമായിട്ടുള്ള എല്ലാ അർത്ഥത്തിന്റെയും സ്വഭാവമാണ് ഇത്. പിന്നെന്താ വേണ്ടേ? അപ്പോഴാണ് പത്മശ്രീ കിട്ടുമെന്ന് നോക്കാൻ പോവുക അല്ലേ. പിന്നെ കുറച്ച് സ്ഥാനാ വേണ്ടത് അല്ലേ. ധനം കിട്ടിയ ഇത് കേമത്തങ്ങളൊക്കെ ആയ 4 ആള് കാണണ്ടേ. 4 ആളെ വിളിച്ച് കാണിച്ചില്ലെങ്കിൽ വല്ല സുഖമുണ്ടോ? ഇല്ല. പുതിയൊരു സാരി വാങ്ങിയ ആരെങ്കിലും ഒരാളല്ലേ ഒരു എന്താവട്ടെ. അങ്ങനെയാണ്. അത് മനുഷ്യ സഹജം അല്ലാത്ര ആസുരി ഭാവം എന്ന സത്യത്തിൽ അതിന് പറയുക. ശരിക്കും മനുഷ്യന്റെ സ്വഭാവം തോന്നുന്നല്ല, അസുരന്മാരുടെ സ്വഭാവം അത്ര. എന്ത്? അവനോന്റെ കിട്ടിയതൊന്നും പോരാഞ്ഞ് പിന്നെ ബാക്കിയുള്ളതും കൂടിയും വേണമെന്നൊക്കെ എപ്പോഴും ഭ്രമം തീരാതെ നടക്കണം. അസുരന്മാരെ കണ്ടിട്ടില്ലേ? അവര് ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങളിലാ. അവിടെ എങ്ങനെ സ്വർഗത്തിനേക്കാൾ സുഖമായിട്ടുള്ള ലോകങ്ങളാ ഇല്ലേ. മഹാബലിയൊക്കെ പറഞ്ഞയച്ചത് പാതാളം, സുതലം, വിതലം, അതലം തുടങ്ങിയിട്ടുള്ള ലോകങ്ങളൊക്കെ ആദിവ്യാധികളൊന്നുമില്ല, സകല സുഖഭോഗങ്ങളുടെയും കേന്ദ്രങ്ങളായി സ്ഥലം. എന്നിട്ടും ഇവര് വെറുതെ ഇരിക്കുന്നുണ്ടോ? പറ്റിയാ പോയിട്ട് ദേവേന്ദ്രനായിട്ട് തല്ലൂടാൻ പോകും. എന്തിനാ? ദേവേന്ദ്രന്റെ സ്ഥാനം കിട്ടണം. അവിടത്തേക്കാ സുഖപ്പെടാം. അത് അങ്ങനെയാണ് അത്ര. ഈ അവനോന്റെ എന്തുണ്ടായാലും മറ്റോന്റെ അങ്ങോട്ട് കിട്ടാനുള്ള ആസുരി ഭാവമാണ് അത്ര. ഇങ്ങനെയുള്ള അവസ്ഥയാണ്. അത് സ്വാഭാവികമായിട്ട് ലോകത്തിൻ്റെയാണ്. സത്രാജിത്തിനും അങ്ങനെ ഉണ്ടായി. തൽക്കാലം രോഗങ്ങളൊക്കെ മാറി, ധനം ധാരാളമായി. ഇങ്ങനെ ഇതിനെ രത്നത്തിനെയൊക്കെ ഗംഭീരമായിട്ട് വെച്ച് പൂജിച്ചിട്ടൊക്കെ ഉണ്ടായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഇനിയിപ്പോൾ അത് 4 ആള് കണ്ടാലല്ലേ ഇതിനൊരു അല്ലേ, അല്ലെങ്കിൽ ഇപ്പം അതെന്താ കാര്യമുള്ള ഒരു കാര്യമില്ല. അദ്ദേഹം ഗംഭീരമായിട്ടൊരു മാലയൊക്കെ ഉണ്ടാക്കി ഈ രത്നമൊക്കെ അതിലൊക്കെ ചാർത്തി എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി. എവിടേക്കാ പോയത്? സുധർമ്മയിലേക്കാ പോയത്. ഭഗവാന്റെ സഭയാണ് സുധർമ്മ. സുധർമ്മയിലേക്ക് സത്രാജിത്ത് വരണ കണ്ടപ്പോൾ തന്നെ സഭാവാസികൾ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങേ കാണാൻ സൂര്യദേവൻ വരുന്നുണ്ട്. കാരണം അത്ര ശോഭയാ. കൃഷ്ണൻ പറഞ്ഞു സൂര്യനും ചന്ദ്രനും ഒന്നുമല്ല, നമ്മുടെ സത്രാജിത്താ വരണേ. അത്ര ശോഭയാ. സത്രാജിത്തിന്റെ ശോഭയൊന്നുമല്ല, അദ്ദേഹത്തിന്റെ കഴുത്തിൽ ആ രത്നം കിടക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ് സത്രാജിത്ത് വന്നു. സന്തോഷമായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുത്ത് ചൊറിയുണ്ടല്ലേ. എന്താ ചോദിക്കണ്ടേ ആരെങ്കിലും? എവിടെന്നാ അത് കിട്ടിയില്ലേ? പുതിയ മാലയൊക്കെ വാങ്ങിയ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറി. ഇവിടെ വന്നപ്പോഴേക്കും 1-2 ആള് ചോദിച്ചു സഭയിൽ വെച്ചത് എവിടെന്നാ കിട്ടിയ. പിന്നെ അതിന്റെ വിശേഷം അങ്ങോട്ട് പറയുക. ഈ സ്യമന്തകത്തിന്റെ മഹാത്മ്യം സഭയിൽ വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. ഭഗവാൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ടോ ഭഗവാൻ ചോദിച്ചു, ഇത്രയൊക്കെ വിശേഷമുള്ളതാച്ചാ അത് ഇവിടെ വെക്കല്ലേ, ഭേദം അല്ലേ, അങ്ങനല്ലേ. ഈ കയ്യിൽ കാശുണ്ടാന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരികയെന്ന് ഇഷ്ടമുണ്ടോ? ഭഗവാൻ അതാ വിചാരിച്ച ഇങ്ങനെയൊക്കെ. തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം. ഭട്ടതിരിപ്പാട് അങ്ങനെ ഒരു കൊളുത്തിട്ടു അവിടെ മുമ്പിലിരിക്കുന്ന ഭഗവാനോടെ. ആൾക്കാരിങ്ങനെ പലതും പറയും. എന്തിനാ ഈ കൃഷ്ണൻ ഈ രത്നം ചോദിച്ച്? ഭഗവാന് ധനമില്ല എന്നിട്ടാണോ ചോദിച്ചു? എന്നാ അതിവിടെ രാജഭണ്ഡാരത്തിൽ ഇരുന്നോട്ടെ, അങ്ങക്ക് വേണ്ട ധനം പറഞ്ഞു കൊണ്ടുപോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഭട്ടതിരി പറഞ്ഞു തത്കാരണം ബഹുവിധം മമ ഭാതി. എനിക്കറിയാം ആൾക്കാർ പലതും പറയുന്നു. ഈ ഭട്ടതിരിപ്പാട്
അനന്തന്റെ അവതാരമായിട്ടാ ഭക്തന്മാര് പറയാ. സാക്ഷാൽ അനന്തമൂർത്തി. അത് നാരായണീയം വായിക്കുമ്പോഴും നമുക്ക് തോന്നൂലേ, സാധാരണ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ശ്ലോകങ്ങൾ എഴുതാൻ പറ്റുമെന്ന് നിശ്ചയില്ല. സാക്ഷാൽ അനന്തമൂർത്തിയുടെ അവതാരമാണെന്നൊക്കെ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ആ നാട്ടിൽ അനന്താവൂര് എന്ന് പറഞ്ഞൊരു ദേശമുണ്ട്. ഇങ്ങനെയൊക്കെ അതിനെ കുറെ ഏതായാലും അന്നത്തെ ഈ ഭട്ടതിരിയാണ് പണ്ട് അല്ല ഇവിടെ ബലരാമനായിട്ട് വന്നത്. അപ്പൊ പിന്നെ പറയണേന് ചിലപ്പോ കാരണം ഉണ്ടെന്ന് വെക്കല്ലേ. അന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഏട്ടനായിട്ട് വന്നത് അദ്ദേഹം സംഘർഷണമൂർത്തിയല്ലേ ബലരാമനായിട്ട് അവതരിച്ചത്. ഇവിടെ പറഞ്ഞു തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം. എനിക്ക് നിഷ്ഠുണ്ട്, അതിന്റെ കാരണമുണ്ട്. എന്താ? തസ്യാത്മജാം ത്വയിരതാം. ഈ സത്രാജിത്തിനൊരു മകളുണ്ട്, സത്യഭാമ. ഈ കൃഷ്ണനാച്ച ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സത്രാജിത്തിന്റെ കൊട്ടാരത്തിന്റെ മുക്കൂടെ പോണത് കണ്ടിരുന്നു ഈ രാമേട്ടനെ. എന്തേ? ഈ സത്യഭാമയ്ക്ക് ത്വയിരതാം, അങ്ങയോടൊരു ചെറിയൊരു ഭ്രമുണ്ട്. അത് അന്ന് രാമേട്ടൻ കണ്ടുപിടിച്ചിരുന്നു. ഇപ്പൊ പട്ടേരി പറഞ്ഞു, അതല്ലേ ഇപ്പൊ ഇതിന്റെ കാരണം, അവിടേക്ക് എത്തിക്കണ്ടേ ഇപ്പൊ ഇത്. തസ്യാത്മജാം ത്വയിരതാം ചലതോ വിവോഢം. ഇങ്ങനെ ഈ സത്യഭാമയിലേക്ക് എത്തിക്കണം, അതിനുള്ള കാരണം കൂടിയാത്ര ഈ രത്നത്തിന്റെ ഭഗവാൻ ചോദിച്ചത് എന്ന് പറയും. ഏതായാലും ഭഗവാന്റെ ഈ ചോദ്യം കേട്ടതോടുകൂടി സത്രാജിന് ദേഷ്യോട് വന്നു. അല്ലെങ്കിലും കൃഷ്ണന് പണ്ടുള്ള സ്വഭാവം, വേറൊരാളുടെ എന്തെങ്കിലും കണ്ട അപ്പൊ അത് വേണം. അത് എന്ത് കുന്നിക്കൂര ആയാലും വേണ്ടില്ല, കയപ്പയ്ക്ക് അല്ലേ, അങ്ങനെ ഇപ്പോഴും ഇല്ല ആ സ്വഭാവം ഇല്ലേ. എന്തെങ്കിലും ഒന്ന് വേണം, അതല്ലാണ്ട് ഈ ഉണ്ണി സമ്മതിക്കുവോ? സംശയം ഉണ്ടെങ്കിൽ ഗുരുവായൂർ പോയി നോക്കൂ, അതിന്റെ ആ കൊടിവരത്തിന്റെ ചോട്ട് പോയാൽ മതി, വേറെ എവിടെയും പോണ്ട. അവിടെ കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയാ വേറെ ഒരു അമ്പലത്തിലും കാണില്ല. കയറ്, അടയ്ക്ക, കയപ്പയ്ക്ക. നമ്മൾ സപ്താഹമൊക്കെ ഉണ്ടെച്ചാൽ കലവറ നിറയ്ക്കാൻ എന്തൊക്കെ കൊണ്ടുപോകും. വേറൊരു അമ്പലത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകുമോ? 1 കിലോ കയപ്പയ്ക്ക് എടുത്തിട്ട് അമ്പലത്തേക്ക് പോവുക പതിവുണ്ടോ? ഇല്ല. ഇനി ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെയാണ് സ്വഭാവം. ഇപ്പോഴും മാറ്റമൊന്നുമില്ല. എന്ത് കണ്ടാലും വേണം, ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അത്ര. സത്രാജിത്തും പറഞ്ഞു ഇത് പണ്ടത്തെ സ്വഭാവ. പണ്ട് ഈ പാലും തൈരും എണ്ണയും മോഷ്ടിക്കുക, തുണി മോഷ്ടിക്കുക, ഈ ജാതി സ്വഭാവം ഇത് തരില്ല. പിന്നെ മഹാത്മ്യം പറയലൊന്നുമില്ല. അവിടെ നിന്ന് പോയി, സത്രാജിത്ത് ഇറങ്ങിപ്പോയി. നേരെ വീട്ടിൽ കൊണ്ടുവച്ചു. കൃഷ്ണനാ ചോദിച്ചണതേ, ഏത് വിധത്തിലും മോഷ്ടിക്കാൻ നല്ല മിടുക്കനാ. പരിഭ്രമായി നല്ലോണം പൂട്ടിയൊക്കെ വെച്ച് പൂജ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള കാലത്താ അദ്ദേഹത്തിന്റെ അനുജൻ പ്രസേനൻ ഈ രത്നമൊക്കെ ധരിച്ചും കൊണ്ട് അദ്ദേഹത്തിന് തോന്നിയത് തിരക്കടൊന്നുമില്ല, ആൾക്കാരെയൊക്കെ ഒന്ന് കാണിക്കാൻ പോയത് എവിടേക്കാ? കാട്ടിലേക്കാ പോയത്. അവിടെ ആര് കാണാനാ നിശ്ചയില്ല. ഇപ്പൊ ഇങ്ങനെയല്ലേ ഈ കാട്ടിലെ ഏത് മൃഗം കണ്ടിട്ടാ ഈ രത്നം ഭ്രമിക്കുക നിശ്ചയില്ല. പ്രസേനൻ ആ രത്നമൊക്കെ ധരിച്ചും കൊണ്ട് വനത്തിൽ പോയി നായാട്ടിന്. അങ്ങനെ വനത്തിലൂടെ സഞ്ചരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വഴി തെറ്റി ഈ പ്രസേനനെ ഒരു സിംഹം ആക്രമിച്ചു. അവിടെ അങ്ങനെ കോലാഹലങ്ങളൊക്കെ നടന്നു. ഇവിടെ നാട്ടിലത്തെ അവസ്ഥ എന്താ? ഇവിടെ സത്രാജിത്തിന് പരിഭ്രമായി തുടങ്ങി. പ്രസേനൻ പോയിട്ട് കാണാനില്ല. പ്രസേനൻ വന്നാലും ഇല്ലെങ്കിലും പോട്ടെ, ഈ രത്നം കൊണ്ടാ പോയിണ്. അതാ പരിഭ്രമേ. അതാ ഇവിടെ ഇങ്ങനെ കിടന്ന് വിരകൻ. ഇപ്പൊ എന്താ ചെയ്യാ? ആരോടാ ചോദിക്കുക? മാത്രല്ല ഒരു പേടി കൃഷ്ണൻ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈ പരിഭ്രമം മുഴുവൻ. ഇനിയിപ്പോ തോന്നുന്ന ഒരാളോട് പറയാണ്ട വയ്ക്കുവോ? ആരോടാ പറയാ? ആരോടും പറഞ്ഞാലും വയ്യ. ഒടുക്ക നിവൃത്തിയില്ലാണ്ട ഭാര്യയോടൊന്ന് സൂചിപ്പിച്ചു. അതേ പ്രസേനനെ കാണാനില്ല, രത്നം കൊണ്ടുപോയിട്ടുണ്ട്. കൃഷ്ണൻ ഒരിക്കൽ ചോദിച്ചിട്ടു, അത്രേ ഉള്ളൂ, മതി പോരെ. പിന്നെ ഉറക്കല്യായ ഭാര്യയ്ക്ക് ഉറക്കല്യാണ്ടേ. എന്താ നീയായിട്ട് ആരോടും പറയണ്ട കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലേ. പോരെ, ഇത്രയും കിട്ടിയ ഒരു പരസ്യമാക്കാൻ ഏറ്റവും നല്ലത് രഹസ്യമായിട്ട് പറയുക. അത്രേ, ആരോടും പറയണ്ട കേട്ടോ പറഞ്ഞ ഒരാളോട് അങ്ങനെ പറഞ്ഞാലേ 5 മിനിറ്റ് കൊണ്ട് അത് ലോകം. അല്ല ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലേ, നീ കേട്ടിട്ടില്ലേ, നാരായണ ഇല്ലേ, നമ്മള് പോവും. ഇത് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇത് തന്നെ ഉണ്ടായേ. പ്രസേനന്റെ ഭാര്യ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോഴേക്ക് പക്ഷെ എന്തായി? കൃഷ്ണനാത്രേ എന്നാ തോന്നണേ. എന്ത്? ഈ രത്നം മോഷ്ടിച്ചു പ്രസേനെ കാണാനില്ലാത്തതിന് കാരണം 3-ാമത്തെ ആളായപ്പോഴേക്കോ ഇത്ര പോയി. എന്ത്?
കൃഷ്ണൻ രത്നം മോഷ്ടിച്ചു ഇത്രേ, പ്രസേനെ കൊന്നു. അന്ന് നിശ്ചയില്ലല്ലോ, കാണാനില്ല എന്നേ ഉള്ളൂ. അപ്പോഴേക്കും അതായി ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാം. ഭട്ടതിരിപ്പാട് പറയാം അത് മാറ്റാൻ പറ്റില്ല എന്ന്. കൃഷ്ണൻ ഇനിയിപ്പോ ഭഗവാൻ മുമ്പിൽ, ഉണ്ണി ഇങ്ങനെ മുമ്പിൽ ഇരിക്കുകയല്ലേ, അന്നും ചീത്തപ്പേര് ഇപ്പോഴും തന്നെയാണല്ലോ ഈശ്വര പറയണം. അങ്ങനെ വെച്ചാ വേണ്ടാച്ചിട്ട് അത്ര സാരല്ല. എന്താ ജനാനാം പീയൂഷം ഭവതി, ജനങ്ങൾക്ക് ഇങ്ങനെ അമൃത് ഒഴിക്കണ പോലെ അത്ര. എന്ത് ഈ നല്ല ആൾക്കാരുടെ ദോഷം എന്തെങ്കിലും ഒന്ന് ദോഷ കണിക കേട്ടാ സന്തോഷമായി. പിന്നെ അതിങ്ങനെ പാടി നിറയ്ക്കുക. ഒരാളെ അങ്ങോട്ട് ചവിട്ടി താഴ്ത്തുക എന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും ഒരു ചീത്തപ്പ ഒരാളിങ്ങനെ കേമായിട്ട് നടക്കണുണ്ടാൽ അയാളെ ഒന്നങ്ങോട്ട് അബദ്ധാക്കിയ സന്തോഷമായി. ഇതാണ്. അതുകൊണ്ട് പരിഭ്രമിക്കൊന്നും വേണ്ട. ഉണ്ണി ഭട്ടതിരിപ്പാട് പറഞ്ഞു ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാം. ഇങ്ങനെ പക്ഷെ ചീത്തപ്പേരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് രാമേട്ടൻ പറഞ്ഞു എന്താ കൃഷ്ണ ഇങ്ങനൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. രാമേട്ടനും നല്ല ഉറപ്പില്ലേ, എന്തും ചെയ്യാൻ മടിയൊന്നുമില്ലല്ലോ. എടുത്തിട്ടുണ്ടോ? ഞാനൊന്നും കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്നാ അങ്ങനെ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അന്വേഷിക്കണം, ഇങ്ങനെ ഒരു ചീത്തപ്പേര് വന്നാ പറ്റില്ല, അത് അന്വേഷിച്ചു വരൂ. ഭഗവാൻ അവിടുന്ന് ഭടന്മാരോട് കൂടെ പ്രസേനനെ അന്വേഷിച്ചു പോയി. അന്വേഷിച്ച് എവിടേക്കാ പോയേ ചോദിച്ചപ്പോൾ ആ വനത്തിലേക്കാ പോയിണേ, നായാട്ടിനാ പോയിണേ. പിന്നെ അങ്ങനെ അന്വേഷിച്ചു പോവുക. അവിടെ ചെന്നോ തതസർവജ്ഞോപി സ്വജന സഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമവിഗതോ ഭൂ കപിഗുഹാം. അങ്ങനെ ചെന്ന് നോക്കി വനത്തിൽ അന്വേഷിച്ചു, പ്രസേനനെ കണ്ടു കിട്ടി. പ്രസേനന്റെ ശവം, അതിൻ്റെ അടുത്ത് ഒരു സിംഹത്തിന്റെ കാൽപ്പാട്. ഭഗവാനും മറ്റുള്ളവരും കൂടി ആ സിംഹത്തിന്റെ കാൽപ്പാട് അന്വേഷിച്ചു ചെന്നു. കുറച്ചു ദൂരം ചെന്നപ്പോ സിംഹത്തിനെ കണ്ടു, അതിനെയും അടിച്ചു കൊന്നിട്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊരു വലിയ കാൽപ്പാട്. ഇതെന്താ സാധനം തന്നെ നിശ്ചയില്ല. ആ കാൽപ്പാട് അന്വേഷിച്ചു ചെന്നപ്പോഴോ കപിഗുഹാം തതോഗത്. അവിടെ ചെന്ന് കയറിയത് ഒരു വലിയ ഗുഹയിലേക്കാ. ഭഗവാൻ കൂടെയുള്ളവരോട് പറഞ്ഞു അതെ നിങ്ങൾ പുറത്ത് നിന്നാ മതി, കാരണം ഇത് എന്തിന്റെ കാൽപ്പാടാന്ന് തന്നെ നിശ്ചയില്ല. അത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാൽപ്പാട്. എന്ത് ജന്തു അതിൻ്റെ ഉള്ളിൽ നിശ്ചയില്ല. ഞാൻ ഉള്ളിൽ പോയി നോക്കാം, നിങ്ങൾ പുറത്തുനിന്ന് അടച്ചോളൂ, കാരണം അത് പുറത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഉപദ്രവം. ഇതായി ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ ഒരു സ്വഭാവ. അമാനി മാനതോ മാനി. അത് മാത്രല്ല, കൂടുള്ളവർക്ക് മാനത്തിനെ കൊടുക്കുക മാത്രല്ല, തൻ്റെ കൂടുള്ളവരെ ബുദ്ധിമുട്ടാ സമ്മതിക്കില്ല അത്രേ ഭഗവാൻ. ഇത് ഈ ഭഗവാന്റെ ഒരു സ്വഭാവ. ഞാൻ എന്ത് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എന്നെ ആശ്രയിക്കണം, ഒരു ബുദ്ധിമുട്ടരുത്. അങ്ങനെ ഇവരൊക്കെ കാവല് നിർത്തി. ഭഗവാൻ ഉള്ളിൽ കയറി ഇവരോട് പറഞ്ഞു 2-3 ദിവസമൊക്കെ കാത്തു നിന്നാ മതി, പിന്നെയോ കഴിഞ്ഞ എൻ്റെ കഥ കഴിഞ്ഞു നിരീക്ഷിച്ചോളൂ. അല്ലാണ്ടപ്പോ കാത്തു നിൽക്കണതിൽ അർത്ഥമില്ലല്ലോ. ഒരു 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ പൊക്കോളും. ഇവര് ഭടന്മാർ അവിടെ പുറത്ത് കാത്തു നിന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ടും ഭഗവാനെ ഒന്നും കാണാനില്ല. അവര് തിരിച്ച് ചെന്നു, ദ്വാരകയിൽ ചെന്നു. ഇവരൊക്കെ പറഞ്ഞു ഇങ്ങനൊരു ഗുഹയിൽ കൃഷ്ണൻ കയറിയിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ചു പോന്നു. രുക്മിണിക്കൊക്കെ വലിയ ദുഃഖമായി എന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേന്ന് നിശ്ചയില്ല. ദേവി ഭാഗവത്തിലൊക്കെ പറയും ഗർഗ മഹർഷി ആ സമയത്ത് വന്നു ചേർന്നു. രുക്മിണി ദേവിയും ബലരാമനും വസുദേവരൊക്കെ ചെന്ന് നമസ്കരിച്ചു. ഇനി എന്താ വേണ്ടേ? ഗർഗ മഹർഷി പറഞ്ഞു ഇത്ര ആപതിക്കും കരണീയം. എന്താ വേണ്ടേ? പദയുഗളമംബായാം. ആപത്ത് വരുമ്പോ അമ്മയെ ആശ്രയിച്ചോളൂ. അതോടുകൂടി അവിടെ ഭഗവതി സേവ ആരംഭിച്ചു ദ്വാരകയില് എന്നൊക്കെയാണ് പറയാം. ഇവിടെ ഭഗവാനോ ഗുഹയിൽ കയറി അതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കിയപ്പോഴോ ആ രത്നം കൊണ്ട് കളിക്കുന്നുണ്ട് ഒരു കുട്ടി. വേഗം ഓടിച്ചെന്നു, ആ രത്നം അങ്ങോട്ട് എടുത്തു. രത്നം എടുത്തപ്പോഴേക്ക് ഈ കുട്ടി കരച്ചിൽ തുടങ്ങി. സാക്ഷാൽ ജാംബവാന്റെ ഗുഹയായിരുന്നു. ആ കരച്ചില് കേട്ടിട്ടാണ് ജാംബവാൻ അവിടെ നിന്ന് പറയണത് ഭവന്തം അവിതർക്കയൻ അതിവയാസ്വയം ജാംബവാൻ. ആ ജാംബവാൻ ഈ ശബ്ദമൊക്കെ കേട്ട് എത്ര അതിവയ, എത്ര വയസ്സെന്നു നിശ്ചയില്ല. കാരണം പണ്ട് വാമനാവതാര കാലത്ത് നല്ല ചെറുപ്പമായിരുന്നു. അന്ന് ലോകം മുഴുവൻ മഹാബലിയെ അനുഗ്രഹിച്ചു ഭഗവാൻ എന്നും പറഞ്ഞിട്ട് ചെണ്ട കൊട്ടി പാടി നടന്ന ആൾ ഈ ജാംബവാനാന്ന് പറയും ഭാഗവത്തിൽ. അന്നൊക്കെ നല്ല ചെറുപ്പാ. പിന്നെ രാമാവതാരം കഴിഞ്ഞു, ഇപ്പൊ കൃഷ്ണാവതാരായി.
എത്ര വയസ്സാന്ന് നിശ്ചയില്ല. പിന്നെ അവിടെ അങ്ങനെ ഇരുന്ന് രാമനാമം ജപിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. കണ്ണ് തുറക്കൽ തന്നെ പതിവില്ല എപ്പോഴും. കാരണം എന്താ? ഈ രാമനെ കണ്ട കണ്ണുകൊണ്ട് ഇനി ഒന്നും കാണണ്ട എന്നുള്ള ഭാവമാണ് അത്രയും. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവിടെ തൻ്റെ ഗുഹയിൽ ആരോ ശത്രു വന്നിട്ടുണ്ട് ബോധ്യായി. അവിടെ നിന്ന് അങ്ങോട്ട് നീച്ചു, ശബ്ദം കേട്ട ദിക്കിലേക്ക് അങ്ങോട്ട് ചെന്നു. എന്തോ ഒരു രൂപത്തിനെ പിടിച്ചു. കണ്ണ് തുറക്കലൊന്നുമില്ല. ഹരേ വിഭോ രഘുപതേ ജയ ജയേത്യാലപൻ ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലിക്കൊണ്ട് രഘുപതേ എന്ന് ചൊല്ലിക്കൊണ്ട് ആ രാമനാമം ചൊല്ലിക്കൊണ്ട് അങ്ങോട്ട് തുടങ്ങി. മുഷ്ടി കൊണ്ട് ഇടി, കയ്യും മടക്കി അങ്ങോട്ട് ഇടിച്ചു. ഒരു ഇടി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ വീണുണ്ടാവുന്ന വിചാരിച്ച. കാരണം ഇന്നേ വരെ ജാമ്പവാന്റെ രണ്ടാമത്തെ ഇടിക്ക് ആരും ബാക്കി ഉണ്ടായിട്ടില്ല. അത് നല്ല ബോധ്യമുണ്ട് തൻ്റെ ശക്തിയെക്കുറിച്ച്. ഇവിടെ ഇപ്പോൾ ഒരു ഇടി കഴിഞ്ഞിട്ട് അതിന് അനക്കമൊന്നുമില്ല. പിന്നെയും ഹരേ വിഭോ രഘുപതേ ജയ ജയ ഇങ്ങനെ രാമനാമം ചൊല്ലുക, ഇടിക്കുക. ഇടി എന്നെ ഭഗവാൻ അണച്ച കഷ്ടത്തിലായില്ലേ. ആവശ്യമില്ലാത്ത ഓരോന്ന് പറയും ചെയ്തു. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി. ഭഗവാൻ തന്നെ പറഞ്ഞത്, നിങ്ങൾ ഭക്തിയോടുകൂടി അങ്ങോട്ട് സമർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കും. ഇവിടെ ഇപ്പം ജാമ്പവാന് ഭക്തി ഇല്ലാതിരിക്കുവോ? കണ്ണന്നെ തുറക്കാത്ത ആളെ രാമനെ കണ്ട കണ്ണുകൊണ്ട് ഈ നാമം ചൊല്ലിയിട്ടാ ഇടിക്കണതേ. പിന്നെ സ്വീകരിക്കേണ്ട വയ്ക്കോ? നിന്നുകൊണ്ടു 28 ദിവസം അത്ര ഇടി കൊണ്ടത്. അവസാനം തീർച്ചയായും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ജാമ്പവാൻ ക്ഷീണിച്ചു തുടങ്ങി. തൻ്റെ ഭക്തന് ക്ഷീണം തോന്നിയപ്പോൾ ഒരു ഇടി ഒന്ന് കൊടുത്തു. അതോടുകൂടി ജാമ്പവാൻ അങ്ങോട്ട് മറിഞ്ഞു വീണു. അപ്പൊ അതിലേറെ കരച്ചിലായി. രാമചന്ദ്രപ്രഭോ, അവിടുത്തെ ഭക്തന് ഇങ്ങനെ ഒരു അധപ്പതനം വന്നൂലോ എന്നും പറഞ്ഞും കൊണ്ടായി ജാമ്പവാന്റെ കരച്ചില്. പതുക്കെ തട്ടി വിളിച്ചു, നീക്കൂ, ഞാൻ തന്നെയാ. സംശയം. അപ്പോഴും ജാമ്പവാനെ തന്നെ ഇടിച്ചു വീഴ്ത്താൻ രാമചന്ദ്രൻ അല്ലാണ്ട് ഒരാൾക്ക് സാധിക്കില്ല, നല്ല ബോധ്യമുണ്ട്. ഭഗവാൻ പതുക്കെ തട്ടി വിളിച്ചു. ജാമ്പവാനെ കണ്ണ് തുറന്നു നോക്കുമ്പോഴോ സാക്ഷാൽ കോദണ്ഡപാണിയായിട്ട് അവിടെ ആ ഗുഹയിൽ ജാമ്പവാന് ദർശനം. കൃഷ്ണാവതാരത്തിൽ ഒരു രാമാവതാരം എന്ന് പറയാറുണ്ട്. കാരണം എന്താ? എങ്ങനെയാ ഭഗവാനെ പ്രാർത്ഥിക്കണേ വെച്ചാൽ അങ്ങനെയാണ് ഈ ഭഗവാനെ. ഏത് രൂപത്തിൽ വേണമെച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഭഗവാൻ വന്നു ചേരും. ഭഗവാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഭാവം ഒന്നുമില്ല. ഇവിടെ രാമനെ മാത്രം ധ്യാനിക്കണ ആ ജാമ്പവാന് വീണ്ടും ആ രാമദർശനം കൊടുത്തു. ഭഗവാൻ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്തിനാ അപ്പൊ അങ്ങോട്ട് വന്നേ? അല്ലേ, ഈ രത്നത്തിന്റെ പേരിൽ നാട്ടിൽ കുറച്ച് ചീത്ത പേരുണ്ടായിട്ടുണ്ട്, അത് കൊണ്ടുപോകാൻ വന്നോ. അത് ഇവിടെ കണ്ടു. ജാമ്പവാൻ ചാടി നീച്ചില്ലേ, ആരാ ഭഗവാനെ പറ്റി പറഞ്ഞ ഞാൻ വരാൻ പോവുക. അതൊന്നും വേണ്ട, ജാമ്പവാൻ അവിടെ വന്ന അപ്പൊ എന്തൊക്കെയാ ഈ രത്നം ഇങ്ങോട്ട് തന്നാ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഓ, സന്തോഷായി. രത്നം മാത്രം പോരാ, നവരമണിയും വരമണിയും. നമ്മളെന്താ വായിക്കുക? നവരമണി എന്ന് വായിക്കാറുണ്ട് അല്ലേ? ഇവിടെ ഒന്നല്ല കേട്ടോ, ചില ദിക്കിലൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെയല്ല, നവരമണിയും വരമണിയും. ആ തൻ്റെ മകളായിട്ടുള്ള ജാമ്പവതിയെ കൊടുത്തു, രത്നവും കൊടുത്തു. ഭഗവാനെ യാത്രയാക്കി. ഭഗവാനാണെങ്കിലോ ഇവിടെ ദ്വാരകയിൽ വന്നപ്പോൾ ആ ഭഗവതി സേവ കാലം കൂടുന്ന കാലത്ത് അവിടെ വന്നു ചേരണു. എല്ലാവരും കൂടി ഭഗവാനെ സ്വീകരിച്ചു. സന്തോഷമായി. ഈ രത്നമൊക്കെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഈ രത്നം സത്രാജിത്തിന് തന്നെ കൊണ്ടുപോയി കൊടുത്തു. സത്രാജിത്ത് പറഞ്ഞു, എനിക്ക് വേണ്ട. അല്ല, ഭഗവാൻ പറഞ്ഞു, എനിക്കും വേണ്ട, ഇവിടെ എടുത്ത് വെച്ചോളും. സത്രാജിത്തിന്റെ കയ്യിൽ രത്നമൊക്കെ തിരിച്ചേൽപ്പിച്ചപ്പോഴേക്ക് സത്രാജിത്തിന് വലിയ കഷ്ടമായി. കാരണം എന്താ? അപ്പോഴേക്കും ഇവിടെ പേര് വന്നു, സ്യമന്തകമണേർഹർത്താല്. നാട് മുഴുവൻ പേരായി, കൃഷ്ണൻ രത്നം മോഷ്ടിച്ചു. സത്രാജിത്തിന് ഇപ്പോഴാ വല്ലാത്ത പശ്ചാത്താപം മാത്രല്ല, ഭയം നല്ലോണം ഉണ്ട്. കാരണം എന്താ? ദ്വാരകാനാഥനെ കുറിച്ച് താനാ അപ്പം ഇത് മുഴുവൻ ഉണ്ടാക്കി, ഈ ചിത്തപ്പേരുണ്ടാക്കിയത്. അതിലൊരു ലേശം പോലും സത്യവുമില്ല. വല്ലാത്ത ദുഃഖിച്ചിരിക്കുകയും മാത്രമല്ല, മറ്റുള്ള യാദവരനിപ്പോ പുറത്തിറങ്ങിയാൽ തന്നെ ഏത് വിധത്തിലാ പെരുമാറുക നിശ്ചയില്ല. ഇങ്ങനെ ഭയവും ദുഃഖവും ഒക്കെ കൂടി സത്രാജിത്തിന് എന്താ വേണ്ടതെന്ന് നിശ്ചയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മകള് സത്യഭാമ, അച്ഛൻ എന്താ പറ്റിയേ? എനിക്ക് പറ്റിയതൊന്നുമില്ല, കണ്ടില്ലേ ഞാൻ കാരണം. അപ്പൊ ആ കൃഷ്ണൻ ഇങ്ങനെ അതിൻ്റെ ഒരു ദുഃഖം അത്ര ഉണ്ടായുള്ളൂ. എന്നാൽ ജാമ്പവാൻ ചെയ്ത പോലെ ചെയ്താൽ മതി. എന്താ ജാമ്പവാൻ ചെയ്തേ? ജാമ്പവാന് ദുഃഖം വന്നപ്പോ തൻ്റെ മകളെ കൊടുത്തു. അപ്പളാ നോക്കണ, അമ്പടാ, നീയല്ലേ എൻ്റെ മകള്? അതെ,
എന്നെ ഇങ്ങോട്ട് കൊടുത്തോളൂ എന്ന് അത് സൂത്രത്തിൽ കൂടെ ഉണ്ട് കാര്യം. പെര കത്തുമ്പോ വാഴ വെട്ടുക പറയില്ലേ, അതുപോലെ സത്യഭാമ ഉണ്ടായേ, എന്നെ ഇങ്ങോട്ട് കൊടുത്തോളൂ. പക്ഷെ എന്നാലും അതാ ഭേദം തോന്നി. കാരണം ഈ കൃഷ്ണന്റെ ബന്ധുവായ പിന്നെ മറ്റുള്ള യാദവരെ ഉപദ്രവിക്കില്ലല്ലോ. വേഗം സത്യഭാമയും കൊടുത്തു, രത്നം കൊണ്ട് കൊടുത്തു. കൃഷ്ണൻ പറഞ്ഞു സത്യഭാമയെ മതി, രത്നം വേണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇങ്ങനെ ആ ഭഗവാന് സത്യഭാമയെ വിവാഹം കഴിച്ചു കൊടുത്തു. ഇടയിൽ കൂടെ ഒരേ വിവാഹം കഴിയുണ്ടട്ടോ, അത് ശ്രദ്ധിക്കണേ. പിന്നെ കണക്ക് തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ 3 കഴിഞ്ഞു, ഇന്നലെ 1 കഴിഞ്ഞു അല്ലേ? ഇപ്പൊ 2 ഈ കഥ പറയണതിന്റെ ഇടയിൽ കൂടെ ഭഗവാന്റെ കാര്യം നടത്തണ്ടേ. നമ്മൾ അറിഞ്ഞില്ല പറയരുത്. ഇവിടെ സത്യഭാമയെ വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷെ ഒരു അപകടം പറ്റി. എന്താ വെച്ചാൽ ഈ പണ്ട് ശതധന്വാവ് പറഞ്ഞൊരു യാദവനുണ്ട്. ഈ കാശൊന്നും ഇല്ലാത്ത കാലത്ത് ഈ ഇവരൊക്കെ വലിയ കൂട്ടുകാരാ. ശതധന്വാവ്, അക്രൂരൻ, കൃതവർമാവ് ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരോടൊക്കെ ഉള്ള കാലത്ത് ആ സത്രായത്ത് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ മകളെ നിനക്കുള്ളതാ. ഇപ്പൊ പറഞ്ഞു ഉറപ്പിച്ചു വെച്ചു. അന്നിപ്പോ ധാനമൊന്നുമില്ല. പിന്നെ ഈ ധാനം ഉണ്ടായ പിന്നെ ആ വാക്കൊക്കെ മറന്നിറങ്ങിയില്ലേ. ഇയാള് വന്നും ഗതിയൊന്നും ഇല്ലാണ്ട് നടക്കണ ആളാ. ഇതിപ്പോ സന്ദർഭമൊക്കെ മാറി അവസാനം കൃഷ്ണന് കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ടതോടെ അക്രൂരനും കൃതവർമാവും കൂടി ഈ ശതധന്വാവിനെ അങ്ങോട്ട് ചൂട് കയറ്റി. എന്താ അത് കഷ്ടം, നിനക്ക് തരാന്ന് പറഞ്ഞതല്ലേ, ഇങ്ങനെ പറ്റിച്ചില്ലേ, ഞാനൊക്കെ ഞങ്ങള് ജീവിച്ചിരിക്കില്ലേ, അങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അക്രൂരൻ എങ്ങനെയാ അപ്പൊ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ, അക്രൂരൻ തന്നെ എങ്ങനെ ചെയ്യാൻ പാടുവോ? ഭക്തനായിട്ടുള്ള അക്രൂരേഷ ഭഗവൻ ഭവതിച്ഛയൈവം. ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച്. കാരണം ഭക്തന്മാർ, അല്ലെങ്കിൽ നമുക്ക് അക്രൂരൻ ഇതുപോലെ ഒരാളെ കുത്തിത്തിരിപ്പുണ്ടാക്കി വേറൊരാളെ കൊല്ലാൻ വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? ആ വൃന്ദാവന ഭൂമിയില് കംസന്റെ ദൂതനായിട്ട് വരേണ്ട സമയത്ത് വൃന്ദാവനത്തിലെ ഭൂമി കണ്ടതോടെ രഥത്തിൽ ഇറങ്ങി ഉരുണ്ട് നമസ്കരിച്ചു കൊണ്ടാണ് നന്ദഗ്രഹത്തിലെത്തിയിട്ടുള്ള ആളാ ഭക്തോത്തമനായിട്ടുള്ള അക്രൂരൻ. സാക്ഷാൽ പത്മനാഭസ്വാമിയായിട്ട് ഭഗവാൻ ദർശനം കൊടുത്തിട്ടുള്ള അക്രൂരൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നടക്കേണ്ടതാണ്. പിന്നെ ആ ഭഗവാനെ കുറിച്ച് അപവാദം പറഞ്ഞാൽ ഭക്തന്മാർക്ക് സഹിക്കില്ല അത്രയും. അപ്പൊ എല്ലാം കൊണ്ടും ഇവിടെ പറഞ്ഞു ഭവതിച്ഛയൈവാം, അങ്ങയുടെ ആഗ്രഹപ്രകാരം അക്രൂരൻ എങ്ങനെയൊക്കെ പറഞ്ഞു. ശതധന്വാവ് ഒരിക്കൽ ഈ രാത്രിയിൽ കയറി ഈ രത്നം മോഷ്ടിച്ചു സത്രാജിത്തിനെ വധിക്കുകയും ചെയ്തു. ആ സമയത്ത് രാമകൃഷ്ണന്മാർ അവിടെ ഹസ്തിനപുരത്തിൽ പോയിരുന്നു. അവിടെ പാണ്ഡവര് കൊട്ടാരത്തിന് തീ വെച്ചു, ദുര്യോധനൻ എന്നൊക്കെ പറഞ്ഞ ആ അഗ്നിയിൽ വെന്ത് മരിച്ചു എന്നുള്ളൊക്കെ കഥ കേട്ടപ്പോ രാമനും കൃഷ്ണനും അന്വേഷിക്കാൻ പോയതാ. ഈ സമയത്ത് അവിടെ സത്രാജിത്തിനെ വധിച്ചു. ഈ രത്നമൊക്കെ എടുത്ത് ശതധന്വാവ് പുറത്തിറങ്ങിയപ്പോഴാണ് പരിഭ്രമായി. വധിച്ചത് ആരെയാ? കൃഷ്ണന്റെ ഭാര്യയുടെ അച്ഛനെയാ. ഇനിയിപ്പോ കൃഷ്ണൻ വന്നാൽ വെറുതെ ഇരിക്കുവോ? ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാ അപകടമായി. അവിടെ നിന്ന് ഇറങ്ങി നാട് വിടാൻ നിശ്ചയിച്ചു. ഈ പോണ പോക്കിലോ ഈ രത്നം അക്രൂരന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് പോയി. സന്തോഷമായില്ലേ? ഇവിടെ സത്യഭാമക വിവരം അറിഞ്ഞു, തൻ്റെ അച്ഛൻ വധിക്കപ്പെട്ടു. സത്യഭാമയ്ക്ക് സംശയമൊന്നുമില്ല. നേരെ രഥം എടുത്ത് അങ്ങോട്ട് പോയി ഹസ്തിനപുരത്തിലേക്ക്. വണ്ടി ഓടിക്കാനൊക്കെ നിശ്ചയുണ്ടേ. അപ്പൊ പിന്നെ പരിഭ്രമിക്കാല്ലോ. നേരെ ചെന്നു, ഹസ്തിനപുരത്തിൽ ചെന്ന് രാമനെയും കൃഷ്ണനെയും വിവരം അറിയിച്ചു. 3 ആളും കൂടി തിരിച്ചു പോന്നു. ഇവിടെ വന്ന് അന്വേഷണം നോക്കിയപ്പോൾ ആ ശതധന്വാവിനെ കാണാനില്ല. ശതധന്വാവിന്റെ കയ്യിലാണെന്ന് വിശേഷമായിട്ടുള്ള ഒരു കുതിരണ്ട്. ശതയോജനകം, 100 യോജന അതിവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കണ കുതിര. പക്ഷെ വേറെ ഒന്നുണ്ട്, 100 യോജന കഴിഞ്ഞാൽ അത് അവിടെ ചത്തു. ഇത്രയുള്ളൂ അതിന് ആയുസ്. അങ്ങനെയുള്ള ഒരു കുതിരപ്പുറത്ത് ആ ശതധന്വാവ് പോയത്. രാമനും കൃഷ്ണനും കൂടി അതിനന്വേഷിച്ച് ആ കുതിരയുടെ പിന്നാലെ പോവാൻ തുടങ്ങി. അതിവേഗത്തിൽ ഭഗവാന്റെ രഥത്തിൽ കയറി സഞ്ചരിച്ചു. ഈ 100 യോജന ദൂരം കഴിഞ്ഞപ്പോഴോ കുതിര ചത്തു വീണു. അപ്പോഴേക്ക് അവിടെ ആ മിഥില പട്ടണത്തിന്റെ അതിർത്തി വരെ എത്തിയെന്നാണ്. ഇവിടുന്ന് ഓടിയിട്ട്, ദ്വാരകയിൽ നിന്ന് ഓടിയിട്ടേ മിഥിലാപട്ടണം വരെ അത്ര ദൂരം. ശതധന്വാവ് കുതിര ചത്തു വീണപ്പോ അവിടുന്ന് ഇറങ്ങി ഓടി. രാമൻ പറഞ്ഞു കൃഷ്ണ പോയിട്ട് പിടിച്ചോണ്ട് വാ. കൃഷ്ണൻ രഥത്തൊന്ന് ഇറങ്ങി ഓടി പോയിട്ട് ശതധന്വാവിനെ പിടിച്ചു, വധിച്ചു. പക്ഷെ അന്വേഷിച്ചു നോക്കിയപ്പോൾ ആ രത്നം ഒന്നും കിട്ടിയില്ല. തിരിച്ചു വന്നു രാമേട്ടനോട് പറഞ്ഞു വെറുതെ അയാളെ വധിച്ചു, രത്നമൊന്നുമില്ല അയാളുടെ കയ്യില്. ഇത് കേട്ടപ്പോ രാമേട്ടനൊരു സംശയം, ഇവരൊക്കെ ഒന്നാണേ, ഇവരൊക്കെ ഒന്നിച്ച് നടന്നിരുന്നവരാ. അപ്പൊ അത് കൃഷ്ണനും കൂടി ഈ കള്ളക്കളിയിൽ ഉണ്ടോ എന്നൊരു സംശയം. രാമേട്ടന് ദേഷ്യം വന്നു. ഞാൻ എന്തായാലും ദ്വാരകയിലേക്ക് ഇല്ല, നീ അവിടെ ചെന്ന് സത്യമൊക്കെ തെളിയിച്ചോളൂ. ഞാൻ ഇവിടെ ജനക മഹാരാജാവിനെ ഒന്ന് കണ്ടുവരാം. മിഥിലയിലേക്ക് എന്തായാലും മിഥില വരെ എത്തിയില്ലേ, ഇനിയിപ്പോ ഞാൻ മിഥിലയിലേക്ക് പോവുക. നേരെ രാമേട്ടൻ ജനകരാജാവിനെ കാണാൻ മിഥിലയിലേക്ക് പുറപ്പെട്ടു. ആ സന്ദർഭത്തിലാണത്രേ ഈ ദുര്യോധനാന് ഗദായുദ്ധം അഭ്യസിപ്പിക്കേണ്ടതൊക്കെ വന്നത്.
രാമോഗതാം സമശിക്ഷിത ധാർത്തരാഷ്ട്രം. ഈ സന്ദർഭത്തിലാണ് ദുര്യോധനൻ അവിടെ വന്നു ചേർന്നതും ബലരാമന്റെ ശിഷ്യനായതും. ഇതാണ് ഭഗവാനെ എപ്പോഴെങ്കിലും നമ്മൾ വിട്ടാൽ ഉടൻ വന്ന് കയറും മറ്റേ കുട്ടിച്ചാത്തന്മാരെ. വലിയ ബുദ്ധിമുട്ടാ അല്ലേ? ഇവിടെ ഇരിക്കുമ്പോ ഒക്കെ സുഖല്ലേ? അവിടെ നിന്നങ്ങോട്ട് ഇറങ്ങിയ തുടങ്ങുക ഈ കുട്ടിച്ചാത്തന്മാരെന്താ അപ്പോഴേക്കും പിന്നെ ഗുളിക മുടങ്ങണം, BP-യുടെ ഗുളിക, ഇതൊക്കെ അത് സമാധാനം ഇല്ലാത്തോണ്ടാ അല്ലെ? മനസ്സമാധാനല്ലേ? എന്താ ചെയ്യുക? ഇങ്ങനെയാ, ഇതന്നെയാ അവസ്ഥ. പറയാ എന്ന് ഭഗവാനെ വിട്ടു അന്ന് വന്നു ചേരും ദുര്യോധനെ പോലുള്ള സാധനങ്ങള്. ഈ ദുര്യോധനെ ശിഷ്യനാക്കിയപ്പോ എന്താ ബുദ്ധിമുട്ടപ്പോ കഴിഞ്ഞ ദശകത്തിൽ വായിച്ചില്ലേ? അവിടെ പോയിട്ടൊരു സൂതനെ കൊല്ലേണ്ടി വന്നു. ഇവിടെ മഹാഭാരത യുദ്ധം കണ്ടപ്പോ ഇവിടെ നിന്നാ ശരിയാവില്ല, പാണ്ഡവരോടും കൗരവരോടും യുദ്ധം പറ്റില്ല, അപ്പൊ രണ്ടിലും ചേരണ്ട പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ തീർത്ഥയാത്ര പോണ പോലെ രാമേട്ടനും പോയി. എന്താ അത്? നമ്മളെങ്ങനെ തീർത്ഥയാത്ര എന്നൊക്കെ പേരല്ലേ? അമ്പലത്തിൽ പോയാ പോയി എന്നേ ഉള്ളൂ. ബാക്കി മുഴുവൻ അതിന്തിയും നടന്ന് ബീച്ചിലും അവിടെയും ഇവിടെയും നടന്ന് സെൽഫി എടുക്കും. എൻ്റെ ഇടയിൽ കൂടെ ഒരു അമ്പലം പോയിട്ടുണ്ടാവുമായിരിക്കും. തീർത്ഥയാത്ര അതുപോലെ വ്യാജ തീർത്ഥയാത്രയാ പോയത്. എന്താ തീർത്ഥയാത്ര? ഇവിടെ നിൽക്കാൻ വയ്യാഞ്ഞിട്ട് പോവുക, അല്ലാണ്ട് തീർത്ഥയാത്രയ്ക്കൊന്നുമല്ല. അങ്ങനെ തന്നെ രാമേട്ടൻ പോയ സമയത്ത് നൈമിഷാരണ്യത്തില് ഭഗവത് കഥ പറഞ്ഞുകൊണ്ടിരിക്കണ ആ സൂതൻ, രോമഹർഷണൻ എന്ന സൂതൻ, അദ്ദേഹം അപ്രത്യുദ്ധായനം വീക്ഷ്യാം, രാമേട്ടൻ കയറി വരണുണ്ട്. അപ്പൊ ഇദ്ദേഹം എഴുന്നേറ്റില്ല എന്നാണ് ആക്ഷേപം. എന്താ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. പക്ഷെ രാമേട്ടൻ അപ്പൊ തോന്നി ഞാൻ ഭഗവാനല്ലേ, എന്നെ കണ്ടിട്ട് എഴുന്നേൽക്കണം. മാത്രമല്ല ഇയാളെന്താ സാധാരണ സൂതന്മാർ എപ്പോഴും എന്താ കുറച്ചൊരു ജാതിയൊക്കെ പറഞ്ഞിട്ട് ആരും കേസും കൊണ്ട് വരണ്ട കേട്ടോ, അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. വിലോമജാതൻ എന്നൊക്കെയാ പറയാ. അങ്ങനെയുള്ള ആളെ സാധാരണഗതിയിൽ ഇവരെ എവിടെയും കൂട്ടില്ല പണ്ട് കാലത്തെ. പക്ഷേ കഥ പറയണ സൂതന് ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള വ്യാസശിഷ്യനായിട്ടുള്ള രോമഹർഷണൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ആ സൂതൻ തന്നെ കണ്ട് എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞു. രാമന് സംശയമൊന്നും ഉണ്ടായില്ല. ഒരു ഗർഭപ്പുല്ല് ജപിച്ചെറിഞ്ഞു. അസ്ത്രമായിട്ട് ആ സൂതന്റെ കഥ കഴിഞ്ഞു. ഇത് കണ്ടപ്പോ മഹർഷിമാർക്ക് ദേഷ്യം വന്നു. മഹർഷിമാർ പറഞ്ഞു അദ്ദേഹത്തിന് ആചാര്യനായിട്ട് എത്തിയത് ഞങ്ങളാണ്, അങ്ങ് ഭഗവാനൊക്കെ ആവും, പക്ഷെ ഈ ചെയ്തത് അധർമ്മമാണ്. രാമൻ പറഞ്ഞു എന്നാ ജീവിപ്പിക്കാം, ഇത്രല്ലേ ഉള്ളൂ. മരിച്ചാള് മഹർഷിമാര് അതിലിപ്പോ പ്രകൃതിയുടെ നിയമം തെറ്റി, അങ്ങ് ഭഗവാനാണ്, അങ്ങേക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് പ്രകൃതി നിയമം തെറ്റിക്കല്ലേ, ധർമ്മത്തിന് വിരുദ്ധല്ലേ, നാളെ അത് വേറെ ആൾക്ക് ചെയ്യാന്നുള്ള മട്ടാവില്ലേ. രാമൻ ചെയ്ത് അല്ലെങ്കിലേ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലേ, കൃഷ്ണൻ 16,000 കിട്ടിയെന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ കോലാഹലം അല്ലേ. എന്നാ കൃഷ്ണൻ ഗോവർദ്ധനം ഉയർത്തിണ്ട്, അതിന് പുറപ്പെടില്ല. കൃഷ്ണൻ പാമ്പിന്റെ മുകളിൽ അത് പറ്റില്ല കേട്ടോ. പിന്നെ ഈ കെട്ടിയ കഥ മാത്രം അങ്ങനെയുള്ള അല്ലെങ്കിലേ നാട്ടുകാർ അങ്ങനെയാ. അപ്പൊ മഹർഷിമാര് പറഞ്ഞു ഇനി കലിയുഗത്തിൽ എങ്ങനെയൊക്കെയാ പറഞ്ഞു വരിക, അത് പറ്റില്ല, നിയമം തെറ്റിക്കണ്ട. പിന്നെയോ അതിനുള്ള പരിഹാരം മറ്റു വിധത്തിൽ ചെയ്യുക. സംശയമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ഉഗ്രശ്രവസിനെ അവിടെ സൂതനായിട്ട് കഥ പറയാൻ ഏൽപ്പിച്ചു. ആത്മാവൈ പുത്രനാമോസി എന്ന് വേദം പറയും. ആ വിധത്തില് അതിനുശേഷം അവിടെ ഇരുന്ന് കുറച്ചു കാലം അദ്ദേഹം പറയുന്ന ഭഗവത് കഥകളൊക്കെ കേട്ട് പിന്നീട് യഥാർത്ഥത്തിൽ ഇതിന് പരിഹാരമായിട്ട് തീർത്ഥയാത്ര പോകേണ്ടി വന്നു. അന്ന് കേരളത്തിലും വന്നു എന്ന് പറയും. ഭാഗവതത്തിൽ ആ കഥയൊക്കെ വിസ്തരിച്ച് ഇവിടെ കുറച്ച് ദശകത്തിലൊന്ന് ഓടിച്ചു പറഞ്ഞു പോയി ഭട്ടേരിപ്പാട്. ഇത് അപകടം ഉണ്ടായേ, ഇതാണ് ബുദ്ധിമുട്ടേ. ഈ ഭഗവാനെ വിട്ടാൽ സത്സംഗം വിട്ട അപ്പ വന്ന് കയറും ദുസ്സംഗം. നമുക്കാച്ചാ അതാണ് ഇഷ്ടം, നമ്മുടെ മനസ്സ് അതിനോടാ നിൽക്കണതേ ഇല്ലേ. ഇതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, കുറച്ച് ആൾക്ക് എതിരുണ്ടാവുള്ളൂ അല്ലേ. സത്സംഗം ഭഗവാന്റെ കഥയോ ഭഗവത് കാര്യങ്ങളോ വെച്ചാലോ എല്ലാവർക്കും ഉത്സാഹമുണ്ടോ? ഇവിടെ ഒരു ഗാനമേള വെച്ച് നോക്കൂ, ഈ അമ്പലത്തിൽ എവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല അല്ലേ. അതാരും ദോഷമൊന്നുമല്ല. കാരണം ഇത് പുണ്യം നിറഞ്ഞു വരുമ്പോൾ മാത്രമേ മനസ്സ് അതിനോട് യോജിക്കൂ. ബാക്കി എപ്പോഴും മനസ്സ് ഭൗതികതയോടാണ് യോജിക്കണത്. കാരണം ഭൗതികതയെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കണത് ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കണോ. അധോക്ഷജൻ തന്നെ പേരെന്നെ അല്ലേ. ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്ക് തിരിച്ചു ഉള്ളിൽ കയറിന്നിട്ട് എന്നെ നോക്കൂ, എവിടെ നോക്കണം, ഇതൊക്കെ പുറത്തേക്കാണ്. ഇവിടെ പുറത്താണെച്ചാലോ സൗന്ദര്യോത്തരതോപി സുന്ദരതരം, അതിനേക്കാൾ സുന്ദരമായിട്ടാണ് ഇവിടെ ഓരോന്ന് നമ്മുടെ വിചാരത്തുണ്ട്. അതാണ് പ്രശ്നം, ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടെന്ന് തിരിച്ച് അതിന്റെ പിന്നാലെ ഭ്രമിച്ചോടി നടക്കുക. പിന്നെ അത് പോകുമ്പോഴാണ് മനസ്സിലാവണേ അതില്ല, അത് പോയി. അപ്പോഴും ഉള്ളിൽ നിന്ന് വിളിക്കണ്ട, ഇവിടെ വരൂ, എന്നെ നോക്കൂ, ആര് നോക്കണേ. ഇങ്ങനെയുള്ള അപകടമൊക്കെ ഉണ്ട്. ഏതായാലും
ഈ വിഷയത്തിലേക്ക് മനസ്സ് വേഗം തിരിയാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞതാ. രാമേട്ടൻ അവിടെ മിഥിലയിൽ ചെന്നു, ജനകനുമായിട്ട് കുറച്ചു കാലം കൂടി. ഭഗവാനാണെങ്കിൽ തിരിച്ചു പോന്നു. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ശതന്വാവ് മരിച്ചു. ഇനിയോ അക്രൂരനെയും കാണാനില്ല എന്നൊരു കഥ ഭഗവാന് ബോധ്യായി. പിന്നീട് അവിടുന്ന് അക്രൂരൻ എവിടെയാ? കാശിയിലാണ്. ഭടന്മാരെ 4 പുറത്തേക്കും സൈനികരെയൊക്കെ പറഞ്ഞയച്ചു അക്രൂരനെ അന്വേഷിക്കാൻ. അങ്ങനെ അന്വേഷിച്ചവർ ചിലവർ വന്നിട്ട് പറഞ്ഞു, കാശിയിൽ പുതിയൊരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹം നിത്യം അന്നദാനം അവിടെ വരണവർക്ക് മുഴുവൻ, മാത്രമല്ല അനവധി പുതിയ സ്നാനഘട്ടങ്ങളൊക്കെ പണിതിട്ടുണ്ട്. ഭഗവാന് ബോധ്യം ചെയ്ത് ഒരൊറ്റ ആളിൽ എത്ര ധനം കിട്ടുന്ന ഒരാൾ വേണമെച്ചാലേ അക്രൂരന ഈ സ്യമന്തകരത്നം രാവിലെ എണീച്ചപ്പോൾ ഈ രത്നം തൻ്റെ അടുത്താ കണ്ടത്, കിടന്നിങ്ങനെ കിട്ടുകിട്ടാ വരയ്ക്കാൻ തുടങ്ങി. ഇനി ഭഗവാൻ ഇത് കണ്ടാൽ കഴിഞ്ഞു കഥ. ചോദിക്കാനില്ല, രാമനും കൃഷ്ണനും വന്നാൽ എന്താ വേണ്ടേ? വേഗം ആ രത്നം എടുത്ത് നാട് വിട്ടു. ഇത് ആരുടെ അടുത്തിരുന്നാലും ആ ധനം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അക്രൂരൻ ആ ധനമൊക്കെ എടുത്ത് ഇങ്ങനെ അന്നദാനാദികളും പുണ്യപ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭടന്മാര് ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു, അതെ അങ്ങയോട് ദ്വാരകയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നന്നായി, തീരുമാനമായി, തൻ്റെ കാര്യത്തിലൊരു തീരുമാനം. ആ രത്നം എടുത്തുകൊണ്ട് അക്രൂരൻ ദ്വാരകയിൽ ചെന്നു. ഭഗവാന്റെ സഭയ സുധർമ്മയിൽ ചെന്ന് അവിടെ എല്ലാവരുടെയും മുമ്പിൽ ഭഗവാൻ ആദ്യം തന്നെ കാലക്കൽ അങ്ങോട്ട് വെച്ചു. ഞാൻ എടുത്തതല്ല. ഭഗവാൻ പറഞ്ഞു, വിരോധമില്ല, അതിൻ്റെ എന്താ ഉണ്ടായി എന്നൊന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെയൊക്കെ ഉണ്ടായ കഥ മുഴുവൻ അക്രൂരൻ സഭയിൽ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ആ രത്നം ഭഗവാന് സമർപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു, വേണ്ട, അക്രൂരനെ പോലുള്ള സജ്ജനങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ഈ ധനത്തിന് ബുദ്ധിമുട്ടില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ. നമ്മുടെ കയ്യിൽ ധനം ഉണ്ടെങ്കിൽ നമ്മളത് സൽക്കർമ്മങ്ങളായിട്ടും കൂടിയും ചെയ്യുകയാണ്. അല്ലാതെയോ ഒരാളക്കം കൊടുക്കില്ല, എന്നിട്ടോ യക്ഷവിത്തം എന്നാ പറയുക, അവനോന് ഉപയോഗിക്കുകയോ അതുമില്ല. FD ഇട്ടിട്ട് ദിവസേന പാസ്ബുക്ക് നോക്കും, ചിരിക്കും, കിടന്നുറങ്ങും, അല്ലേ? അവനോനും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല. അതേറെ എന്തെങ്കിലും മുഴുവനൊന്നും വേണ്ട. ഇതുപോലെ ഈ ശുക്രമഹർഷി പറഞ്ഞ പോലെ 5-1 കൊടുക്കുക. ധർമായ യശസേ അർത്ഥായ കാമായ സ്വജനായ ച. 5 വിധത്തിലെങ്കിലും വിഭജിക്കാൻ ശുക്രമഹർഷി ബലിയോട് പറഞ്ഞു കൊടുക്കണ പോലെ അതിലൊരു ഭാഗം ധാർമ്മിക കാര്യങ്ങൾ. കാരണം ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം. നമ്മൾ എന്ത് നേടുമ്പോഴും എന്ത് നഷ്ടം, ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം. നമുക്ക് അർഹത ഇല്ലാത്തതൊന്നും ഭഗവാൻ തരില്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മൾ കുറെ ചീത്തയൊക്കെ പറയില്ലേ, ഞാൻ എത്ര വിളിച്ചതാ എൻ്റെ കൃഷ്ണ, എനിക്ക് ഇപ്പോഴും ലോട്ടറി അടിച്ചില്ലല്ലോ, അല്ലേ? ദിവസേന പോയിട്ട് പറയുക. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്നെ മടുത്തു, പോയിട്ടൊരു ടിക്കറ്റ് എടുക്കണോ ആദ്യം. ടിക്കറ്റ് തന്നെ എടുത്തിട്ടില്ലേ, എന്നിട്ട് ആ ലോട്ടറി അടിക്കുക. ഈ ജാതിയ നമുക്ക് അർഹതയില്ലാത്ത നമുക്ക് വരില്ല. നമ്മളതിൽ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണ്ട. ഇനി എന്തെങ്കിലും വന്നോ, അത് ഭഗവാന്റെ കാരുണ്യം. അതാണ് ഭഗവാന്റെ കാരുണ്യം. ആ ഭാവനയിൽ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. കുറേശ്ശെ ധാർമ്മികമായിട്ട്, കുറേശ്ശെ ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നല്ലതാണ്. അതിനൊക്കെ ഉള്ള വിഭജിച്ചൊക്കെ ജീവിച്ചാൽ ഈ ധനം അർത്ഥം അനർത്ഥമാവാതെ പോവും എന്നൊക്കെ ബോധിപ്പിക്കും. അങ്ങനെ എന്തായാലും ആ ഭഗവാന് ചീത്തപ്പേരുണ്ടായ സ്യമന്തകത്തിന്റെ കഥ, സ്യമന്തകമണേർഹർത്ത, സ്യമന്തകത്തിന്റെ കഥ പറഞ്ഞു. പിന്നീടാണ് അവിടെ ഒരു ദശകം കൊണ്ട് ആ അഷ്ടമഹിഷിമാരില് മറ്റുള്ള 5 പേരെ, കാളിന്തി, മിത്രവിന്ദ, ലക്ഷ്മണ തുടങ്ങിയിട്ടുള്ള 5 പേരെ വിവാഹം കഴിച്ചതും അത് കഴിഞ്ഞ് നരകാസുരനെ വധിച്ചതും, ആ നരകാസുരൻ തടവിലാക്കപ്പെട്ട 16,000-ലധികം കന്യകമാര്, 16,000 അല്ലെ, നമ്മളെത്ര പറയാ, ഭഗവാൻ എത്ര പത്നിയാ വെച്ചാ 16,108 എന്നും പറയുന്നുണ്ട്. ആരാ പറയണ? ഞാനല്ല, വേദവ്യാസം തന്നെ പറയണ. ഭാരതത്തിൽ നോക്കി 2 കണക്കാ. അപ്പൊ വ്യാസം നുണ പറയാവൂലേ? ഇവിടെ എത്തുമ്പോ 16,008 അവിടെ 16,108 എന്ന് പറഞ്ഞാൽ 2 വേദവ്യാസം. അങ്ങനെ കണക്ക്, നമ്മൾ ഈ കണക്കിലൊന്നും വലിയ ഭ്രമിക്കണ്ട. ആലോചിച്ച് നോക്കിയിട്ടേ, എങ്ങനെയാവും ഇപ്പൊ ഇയാള് നാരദൻ ആലോചിച്ച പോലെ കൃഷ്ണൻ എങ്ങനെയാ ഈ 16,108 കൊണ്ട് ജീവിക്കണേന്നാലോ, ഒന്നും കൊണ്ട് തന്നെ വയ്യ. എന്നിട്ടല്ലേ അങ്ങനെ ചിന്തിക്കണ്ടെന്ന് ഈ സംഖ്യയൊക്കെ പറയും. അത് നമ്മൾ സാഹിത്യത്തിലുണ്ട്, നമ്മുടെ സാധാരണ ഭാഷയിലും ഇല്ലേ? എന്തേ വരാൻ വൈകിയേ? ഒന്നും പറയണ്ട, 100 കൂട്ടം പണിയായിരുന്നു, കഴിഞ്ഞിട്ട് വേണ്ടേ പോരാൻ. എന്തായിരുന്നു ഈ 100 കൂട്ടം ഒന്ന് പറയുമോ? വീട്ടിൽ 100 കൂട്ടം പണി ഒരു ലിസ്റ്റ് എഴുതി തരുമോ?
3 പണിയിട്ട് 4 പണിയില്ലേ, ഒന്നെന്താ പാത്രം മോറ്, ഭക്ഷണം, 3-4 പണിയിൽ നമ്മളെന്താ പറയുക, 100 കൂട്ടം. ഈ കേൾക്കണം പറയോ ഇയാൾ നുണ പറഞ്ഞാട്ടോ, 2-3 തരത്തിലുള്ള പണി ഇയാളുടെ പറയോ? ഇല്ല. ഇതുപോലെയാ നമ്മൾ ഈ 1000-10,000 കോടി എന്നൊക്കെ പറഞ്ഞ ചിത്രകേതുവിന്റെ കഥ. അദ്ദേഹത്തിന് സഹസ്രാണാംച സഹസ്രാണി ദശഭവൻ, ഇങ്ങനെ ഭാര്യമാരെ പറയാ. 1000 × 1000 × 10 അത്രയും ഭാര്യമാരാ അത്രേ. അത് മുഴുവൻ കണക്കാക്കുക അങ്ങനെയല്ല, അത് സാധാരണ നമ്മൾ പറയുന്ന ഭാഷ തന്നെ. അനവധി എന്ന് വെച്ചോളൂ, നരകാസുരൻ തടവിലാക്കപ്പെട്ട അനവധി കന്യകമാര്. അവര് മുഴുവൻ എന്താ, ഈ നരകാസുരന്റെ പ്രധാന ഹോബി തന്നെ എന്താ, അദ്ദേഹം ഇങ്ങനെ ഓരോ രാജ്യത്തും ചെന്ന അവിടെയുള്ള സുന്ദരികളായിട്ടുള്ള കന്യകമാരൊക്കെ പിടിച്ചുകൊണ്ടുവരും. വേറൊന്നുമില്ല, തന്നെ വിവാഹം കഴിക്കണം. ഇയാളെ കണ്ട ആരെങ്കിലും സമ്മതിക്കുമോ? ഇയാളെ കാണിച്ച ഇവരെ സമ്മതം ഇല്ലാണ്ട് അവരെ തൊടാനും പറ്റില്ല. അങ്ങനെ ഒരു ശാപം കിട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, ഇവരെ പിടിച്ച് തടവിലിടും. എന്നാണോ വിവാഹത്തിന് സമ്മതിക്കണേ അന്ന് പുറത്തേക്ക് വിടാം. ഇങ്ങനെ അനവധി ദേശത്തെ അനവധി കന്യകമാരെ പിടിച്ച് തടവിലിട്ടിട്ടുണ്ട്. ആള് മഹാകേമനാണ്, ആർക്കും എതിരിടാൻ പറ്റില്ല. കാരണം എന്താ, വരാഹമൂർത്തിയുടെ പുത്രനാ. പണ്ട് വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ ആവിർഭവിച്ച അന്ന് ഭൂമിദേവിയുടെ കൂടെ വസിക്കണ കാലത്ത് ബ്രഹ്മപുരാണത്തിലൊക്കെ പറയും ഭഗവാൻ അനവധി കാലം ഭൂമിദേവിയോട് കൂടി ജീവിച്ചു എന്നൊക്കെ കഥ ബ്രഹ്മപുരാണത്തിലൊക്കെ അദ്ദേഹം പറയും. അങ്ങനെയുള്ള ആ സന്ദർഭത്തിലുണ്ടായ ഭൗമൻ എന്ന പേര് തന്നെ, ഭൂമിയുടെ പുത്രനാ നരകാസുരൻ. ഇദ്ദേഹത്തിനോടൊക്കെ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? ഭഗവാന്റെ മകൻ തന്നെയാണ്. അദ്ദേഹമാണ് വെച്ചാലോ വരം വാങ്ങിയിട്ടുണ്ട്, എന്നെ അച്ഛൻ മാത്രമേ വധിക്കാവൂ. അച്ഛൻ വധിക്കണം വെച്ചാലോ അമ്മയുടെ അനുമതി വേണം. നന്നായില്ലേ? ഇന്ന് അച്ഛൻ വലിയ ബുദ്ധിമുട്ടല്ലേ? എന്നിപ്പോ നമ്മള് പേപ്പറിലൊക്കെ കാണാറുണ്ട്, മകൻ അച്ഛനെ വധിച്ചു. അച്ഛൻ അന്ന് അത് ഉണ്ടാവില്ല, അതുകൊണ്ട് അയാളത് വരം വാങ്ങി. ഇന്ന് അച്ഛപ്പോ ചിലപ്പോൾ അത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല, അങ്ങോട്ടും അങ്ങനൊന്നും ഇല്ലാതെ ചെയ്യുന്നു. പക്ഷെ അന്നിപ്പോ അത് സമ്മതിക്കും, ഒരമ്മ എന്തെങ്കിലും സമ്മതിക്കോ? ഇല്ല. അങ്ങനെ വരം വാങ്ങിയിട്ടുള്ള ആളാ ഇയാള്. ലോകം മുഴുവൻ കീഴടക്കണ അവസ്ഥ, ഒരാളൊക്കെ ഇയാളോട് എതിര് പറയാൻ വയ്യ. അവസാനം എന്താ, എല്ലാരും ഇയാള് വന്ന വീണ് നമസ്കരിക്കുക. എതിരിടാൻ ആളില്ല, കയ്യൂക്കൊന്നും തീർക്കാൻ വഴിയില്ലാത്ത അവസ്ഥയും. ആ സന്ദർഭത്തിൽ ഇനിയിപ്പോ എന്താ വേണ്ട, ആരോടെങ്കിലും തല്ലൂടണ്ടേ? ഈ ശക്തി ഉണ്ടായി അതാ കുഴപ്പമേ. വെറുതെ ഇരുന്ന ആരോടെങ്കിലും പോയിട്ട് തല്ലൂടാൻ തോന്നും. ഇനിയിപ്പോ അതിനെന്താ വഴി? നേരെ ചെന്നു, സ്വർഗത്ത് ചെന്നു, അതിഥി ദേവിയുടെ കുണ്ടലങ്ങൾ എടുത്തോണ്ട് പോകുന്നു. വരുണന്റെ ഗംഭീരായിട്ടുള്ള ഒരു കൊടയുണ്ട്, അതും എടുത്തോണ്ട് പോകുന്നു. എന്നിട്ടോ അവിടെ വെച്ചു, ഇനി ചോദിക്കാൻ വരുമ്പോൾ നോക്കാം. ആരെങ്കിലും ചോദിക്കാൻ വരുമല്ലോ. ഇവര് ചോദിക്കാനൊന്നും പോയില്ല. വരുണനൊന്നും ധൈര്യമൊന്നുമില്ല. വരുണൻ നേരെ ഇന്ദ്രന്റെ അടുത്ത് ചെന്ന് ആക്ഷേപം പറഞ്ഞു. അതെ, ആകെക്കൂടി ഉണ്ടായിരുന്ന ഒരു കൊട, മഴക്കാലം ഈ ജാതി മഴയും പെയ്യാച്ചാനി, എങ്ങനെയാ കുടയില്ലാണ്ട് പുറത്തിറങ്ങാനും കൂടിയും വയ്യ. അത് കാണാനില്ല. അപ്പോൾ ആരാ, നരകാസുരൻ കൊണ്ടുപോയി. അപ്പോഴാണ് അമ്മ വന്നിട്ട് പറയണത്, എൻ്റെ കുണ്ടലങ്ങളും കാണാനില്ല. നന്നായില്ലേ? ദേവേന്ദ്രൻ ബുദ്ധിമുട്ടിലായി, നരകാസുരനോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പ്. നേരെ ദ്വാരകയിൽ ചെന്ന് ഭഗവാനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്, വലിയ കഷ്ടത്തിലാണ്. ഭഗവാന് സംശയമൊന്നുമില്ല, നേരെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധത്തിന് പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് സത്യഭാമ ചാടിക്കളിച്ചുകൊണ്ട് വരുന്നത്. എവിടേക്കാം വരാം അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? അല്ലേ? ചില ആൾക്കാരില്ലേ എവിടേക്കാന്ന് മാത്രം പറയില്ല. എവിടേക്കാ ചെപ്പ വരാം, അതുവരെ അങ്ങനെ പറയാൻ പറ്റില്ല. എവിടേക്കാ? സത്യഭാമ ഉറപ്പിച്ചു. എവിടേക്കാ പോണേ? യുദ്ധത്തിനാ പോണേ. എന്നാ ഞാനും ഉണ്ട്. യുദ്ധത്തിന് അസലായി. യുദ്ധത്തിന് ഭാര്യയും കൂട്ടിയിട്ട് പോവാ, അങ്ങനെ പതിവുണ്ടോ ആരെങ്കിലും? അല്ല, എന്നാ യുദ്ധത്തിനൊന്നും വരണ്ട, ഞാൻ പോയിട്ട് വരാല്ല. അത് പറ്റില്ല, ഞാനും ഉണ്ട്, കുറേശ്ശൊക്കെ എനിക്ക് നിശ്ചണ്ടെന്ന് എന്തൊക്കെയാ പറഞ്ഞു അത്ര സത്യഭാമ. ഇനി ഏതെങ്കിലും 1-2 മുറകളൊക്കെ ഇങ്ങനെ കരാട്ടക്കില്ല, കളരി, അതൊക്കെ കാണിച്ചു നിശ്ചയില്ല. ഭഗവാന് സന്തോഷമായി. അത്ര നിർബന്ധിച്ചാ പോന്നോളൂ. സ്മൃതായാതം പക്ഷിപ്രവരമധിരൂഢസ്ത്വമഗമോ. പിന്നീട് ആ ഗരുഡന്റെ പുറത്ത് സത്യഭാമ സഹിതനായിട്ട് ഭഗവാൻ നരകാസുരന്റെ കൊട്ടാരം എന്ന് പറഞ്ഞാലോ അഗ്നിദുർഗം, ജലദുർഗം തുടങ്ങിയ അനവധി കിടങ്ങുകളുണ്ട്. ആ കിടങ്ങുകളൊക്കെ കഴിഞ്ഞു ചെന്ന 5 തലയുള്ള മുരൻ എന്ന അസുരൻ, ആ മുരനെ ഭഗവാൻ വധിച്ച് മുരാരിയായി തീർന്നു. പിന്നീട് ആ നരകാസുരനുമായിട്ട് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം, അനവധി തവണ യുദ്ധം ചെയ്തിട്ടും ഭഗവാന് വധിക്കാൻ സാധിക്കുന്നില്ല അത്രേ. സത്യഭാമ വെച്ചാലോ ആ ഗരുഡന്റെ പുറത്ത് യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നു. അത്ര എന്താ ഭഗവാനെ ഒരു അസ്ത്രം കൂടെ അയക്കുന്നൊരു ചോദ്യം അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ ഭഗവാൻ അതോടുകൂടി കാരണം എന്താ, അമ്മയുടെ സമ്മതം. അന്നത്തെ ഭൂമിദേവിയ, ഇന്നത്തെ സത്യഭാമ, അന്നത്തെ വരാഹസ്വരൂപിയ, അന്നത്തെ കൃഷ്ണൻ. ആ ഭാവത്തില് ആ നരകാസുരനെ വധിച്ചു. നരകാസുരനെ വധിച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ആ തടവറയിലെ അനവധി കന്യകമാര്
ഇവരെല്ലാവരും ഭഗവാനെ കണ്ടു. അവര് ഭഗവാനെ ഇങ്ങോട്ട് നമസ്കരിച്ചു. ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കോളൂ, സന്തോഷമായില്ലേ? അവര് ചോദിച്ചു, ഏത് നാട്ടിലേക്ക് ഞങ്ങൾ പോകണം? ഞങ്ങൾക്കിനി പറ്റുമോ? വേറൊരു പുരുഷൻ തട്ടിക്കൊണ്ടുവന്ന അനവധി കാലം പാർപ്പിച്ച കന്യകമാരിനി ഞങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുവോ? ഞങ്ങൾക്ക് എവിടെയും പോകാൻ വഴിയില്ല. നന്നായില്ലേ? കുടുങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഉദ്ധവനോട് പറഞ്ഞു, എന്നാ ഇവരൊക്കെ ദ്വാരകയിലേക്ക് കൊണ്ടുപോകാം. എന്നാ പിന്നെ പ്രശ്നം അങ്ങനല്ലേ? അഗതികളായിട്ടുള്ളവര് ശരണാഗതിയാണ്. ഈ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ രക്ഷ ഇല്ല. ഇത് ഭഗവാനോട് പറയാറാവണം. പിന്നെ സംശയമൊന്നുമില്ല, ഭഗവാൻ അങ്ങോട്ട് സ്വീകരിച്ചോളും. അതിലൊരു സംശയമൊന്നുമില്ല. ഇത് തന്നെ ഇവരും പറഞ്ഞത്. പക്ഷെ നമ്മുടെ കണക്കിൽ എന്താ? നമുക്ക് ആൾക്കാരുണ്ട്, രക്ഷക്കാരില്ലേ? ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, മക്കൾ. നമ്മളത് പറയട്ടെ. പിന്നെ ഭഗവാൻ തിരിഞ്ഞു നോക്കുവോ? എന്നാ പിന്നെ അവരങ്ങോട്ട് നോക്കട്ടെ അല്ലേ? പക്ഷെ ഇതെന്താ? എത്ര മൃത്യു പരസ്പരം, അത് നമ്മൾ അറിയണില്ല. നമ്മളെ രക്ഷിക്കാൻ പറഞ്ഞവൻ ആദ്യം പോവും, എന്നിട്ട് നമ്മൾ അയാളെ രക്ഷയും കാത്തിട്ടായിരിക്കണത്. രക്ഷയ്ക്കുള്ള ഭഗവാനെ ആശ്രയിച്ച ഇവർക്ക് സംശയമൊന്നുമില്ല. ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ രക്ഷയൊന്നുമില്ല, ഞങ്ങൾ അശരണകളാണ്. അങ്ങനെ ഭഗവാനെ ശരണാഗതി. ഭഗവാൻ ആരെ ദ്വാരയിലേക്ക് വിട്ടു. താസാ മുഹൂർത്തേകസ്മിൻ, ഒരേ മുഹൂർത്തത്തില് ആ 16,000-ഓളം വരുന്ന കന്യകമാരൊക്കെ അത്രയും കൃഷ്ണനായിട്ട് അതേ സമയത്ത് ഒരേ മുഹൂർത്തത്തിൽ ഭഗവാൻ തൻ്റെ യോഗേശ്വരത്വം കാണിച്ചിട്ടാണ് വിവാഹം കഴിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ ലീലകളാണ്. ഈ കൃഷ്ണന്റെ ലീലകൾ നമ്മൾ അനുകരിക്കാൻ നിന്നിട്ടോ അല്ലെങ്കിൽ ഇതിന് ചിത്തപ്പേര് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഭഗവാൻ യോഗേശ്വരത്വം അനവധി കാണിച്ചിട്ടുണ്ട് കൃഷ്ണാവതാരത്തിലും. ഒരേ മുഹൂർത്തത്തില് ഒരേ സന്ദർഭത്തില് എല്ലാവരുടെ മുന്നിൽ ഒരേ കൃഷ്ണൻ. അങ്ങനെ ഈ കന്യകമാരെ മുഴുവൻ വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കുക മാത്രമല്ല, പ്രത്യുദ്ഗമാസന വരാർഹണ പാദശൗച താംബൂല വിശ്രമണ വീജനഗന്ധമാല്യേ കേശപ്രസാര ശയന സ്നപനോപഹാരേ ദാസീശതാ അപി വിഭോ വിദധുസ്മദാസ്യം. അവിടെ എങ്ങനെയായിരുന്നു? ഓരോരോ പത്നിമാർക്ക് 100 ദാസിമാരാ അത്രയും. കേശപ്രസാര ശയന സ്നപന മുടി നേരേക്കാൻ ഒരാളെ, പൊട്ടുടിക്കുക ഒരാളെ, പൗഡർ ഇടിക്കുക ഒരാളെ, ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിനും ഓരോ 100 ദാസിമാര്, 100 ഓരോരുത്തർക്കും ഓരോ കൊട്ടാരം. ഇങ്ങനെയാണ് ഈ ഭഗവാൻ ഈ പത്നിമാരെ ഇങ്ങനെ കൊണ്ടു നിർത്താൻ പറ്റുമോ? എത്ര കെട്ടിക്കോളൂ, ആരാ വേണ്ട പറയണല്ലേ? നമ്മൾ പറയണമൊന്നുമില്ല, അങ്ങനെ നിയമമൊന്നുമില്ല നമ്മുടെ കയ്യിൽ. എത്ര വേണിച്ചാ. പക്ഷെ ഇങ്ങനെ നോക്കണം. അല്ലാണ്ട് കൃഷ്ണൻ 16 എടുത്തിട്ട് കെട്ടിയെന്നും പറഞ്ഞിട്ട് ചാടി പുറപ്പെട്ട ഇതും കൂടി ഉണ്ട്. ഭഗവാൻ അങ്ങനെ കൊണ്ടു നടന്ന് ഈ പത്നിമാരൊക്കെ അങ്ങനെയുള്ള വിധത്തില് ഭഗവാൻ വിവാഹം കഴിച്ച അവരെ അവിടെ ഗംഭീരമായിട്ട് സംരക്ഷിച്ചു. അത് കഴിഞ്ഞ് ഈ അതിഥിയുടെ കുണ്ടലങ്ങളും ഒക്കെ കൊണ്ട് നേരെ ദേവലോകത്ത് ചെന്നു. ദേവലോകത്തൊക്കെ ചെന്നു. ദേവേന്ദ്രന് സന്തോഷമായി. അതൊക്കെ കൊണ്ടേ കൊടുത്തു. തിരിച്ചു പോരുമ്പോഴാണ് സത്യഭാമ പറഞ്ഞത്, എന്താ? കൽപദ്രും സത്യഭാമാ ഭവന ഭുവിസൃജൻ ദ്യഷ്ടസാഹസ്രയോഷാം. തിരിച്ചു പോരുമ്പോഴേ ദേവേന്ദ്രന്റെ അമരാവതിയിലെ കൊട്ട ആ ഉദ്യാനം കണ്ടപ്പോ സത്യഭാമയ്ക്ക് നല്ല സന്തോഷം. പാരിജാതത്തിന്റെ പുഷ്പം കണ്ടപ്പോ ഇല്ലേ, ചില പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഒരു സ്വഭാവം ഇല്ലേ, എവിടെയെങ്കിലും പോയി പൂച്ചെടി ഇതിന്റെ ഒരു കൊമ്പ് തരുമോ ഇല്ലേ, അങ്ങനെ ചോദിക്കണവരുണ്ട്. സത്യഭാമയ്ക്കുണ്ട് അത്ര അതിന്റെ ലേശ അസ്കിത. അവിടെ നിന്ന് ഭഗവാനോട് പറഞ്ഞു, ഈ പാരിജാതത്തിന്റെ ഒരു ചെടി കിട്ടിച്ചാൽ തിരക്കടില്ല. ഗരുഡനോട് പറഞ്ഞു, അതെ എന്നാ അതിന്റെ ഒരു ചെടി എടുത്തോളൂ. ഗരുഡന ആള് പാരിജാതം തന്നെ അങ്ങോട്ട് പുഴക്കി തന്റെ പുറത്ത് വെച്ച് പോകുന്നു. ചെടിയും വിത്തും ഒന്നും പറിക്കാൻ നിൽക്കണ്ട, അതാണ് കൊണ്ടച്ച ബുദ്ധിമുട്ട്. ഇത് കണ്ടപ്പോ ദേവേന്ദ്രന് ദേഷ്യം വന്നു. അവിടെ വന്ന് ചോദിക്കാണ്ട കണ്ണിക്കണ്ടത് മുഴുവൻ പറിച്ചുകൊണ്ട് പോയി. ദേവേന്ദ്രൻ ഭഗവാനോട് യുദ്ധത്തിന് പോയി എന്ന് ശ്രീ ശിവബ്രഹ്മർഷി പറയും. കഷ്ടം, അനുസ്വാർത്ഥപര, ഇത്ര സ്വാർത്ഥത. ഒരു സിദ്ധാർത്ഥമിവ എത്ര വലിയൊരു കാര്യത്തിനെ പോയിട്ട് തല്ലുകൂടിയിട്ട് അതൊക്കെ മേടിച്ചോണ്ട് വന്ന ആളാട്ടോ. ആ നന്ദി അപ്പ കഴിഞ്ഞു. സ്വകാര്യ കുശലാസുര. ദേവന്മാരങ്ങനെ എത്ര എന്താ സ്വാർത്ഥന്മാരാണെന്ന്. അവനവന്റെ കാര്യം അല്ലേ, അങ്ങോട്ട് കൊടുത്താ അങ്ങോട്ട് കിട്ടും അല്ലേ, അതാ അവസ്ഥ. ദേവന്മാർക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അത്രേ. അങ്ങനെ ഇവിടെ എത്ര ഭഗവാൻ ചെയ്തിട്ട് ഒരു ചെടി കൊണ്ടുപോയി പറഞ്ഞിട്ട് അപ്പൊ യുദ്ധത്തിന് പോയത്. ഭഗവാൻ എന്തായാലും ഒന്ന് തമാശയിട്ട് യുദ്ധം പോലെ നടത്തി. അങ്ങനെയൊക്കെ പോന്ന ആ പാരിജാതം സത്യഭാമയുടെ
സത്യഭാമാ ഭവന ഭുവി സൃജൻ. സത്യഭാമയുടെ കൊട്ടാരത്തിലാണ് നട്ടു. എത്ര ഭക്തന്മാര് പറയും ചെറുതായിട്ടൊന്ന് ചിരിച്ചു നട്ടു എന്നൊക്കെ, നമുക്ക് നിശ്ചയില്ല. എന്നിട്ട് എന്താ, പൂവുണ്ടായ രുക്മിണിയുടെ കൊട്ടാരത്തിൽ അത്രേ. സത്യഭാമ വെള്ളമൊഴിക്കും, പൂവ് രുക്മിണി പറിക്കും, അങ്ങനെയെന്ന് പറയാറുണ്ട്. ലേശം കള്ളത്തരം കാണിച്ചത് അത്രേ ഭഗവാനെ. സത്യഭാമ അറിയണല്ലോ, പൂവ് മുഴുവൻ രുക്മിണിയുടെ കൊട്ടാരത്തിലാ. ഇങ്ങനെ അത് പറയണുണ്ട്. പാരിജാത അമോദവായുന, കരിഹിജിത്ത് പറയുമ്പോ പറയും, ഈ രുക്മിണിയുടെ കൊട്ടാരത്തിൽ ഇങ്ങനെ കിടക്കുമ്പോഴേ പാരിജാതത്തിന്റെ സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിരുന്നു എന്ന്. അപ്പൊ ചിലപ്പോ സത്യമാവുമായിരിക്കും. ഇവിടെ പറഞ്ഞു സത്യഭാമയുടെ വീട്ടിലാണ് ഇതൊക്കെ നട്ട്. അങ്ങനെയുള്ള ആ സ്യമന്തകം കഥ പറഞ്ഞു. പിന്നീടാണ് ബാണയുദ്ധം. ബാണൻ, മഹാദേവന്റെ വലിയ ഭക്തനായിട്ടുള്ള അസുരൻ, ബാണാസുരൻ, മഹാദേവനെ അനവധി കാലം തപസ് ചെയ്തു സന്തോഷിപ്പിച്ചു. മഹാദേവനും വലിയ സന്തോഷമായി. എന്താ വേണ്ടേ വെച്ചു, അനുഗ്രഹമൊക്കെ എല്ലാം ഉണ്ട്. മഹാദേവൻ അനുഗ്രഹിച്ചാൽ പിന്നെ പ്രസാദിച്ചാൽ പിന്നെ എന്താ, അപ്പൊ എല്ലാം ഉണ്ട്. ഇനിയിപ്പോ എന്താ വേണ്ടേ, നേരെ കുറച്ച് കയ്യുകൾ വേണം. ഇയാൾ മൃദംഗം വായിക്കണ ആളാ. മഹാദേവൻ താണ്ഡവം നിർത്താടുമ്പോൾ ഇയാളിരുന്ന് മൃദംഗം വായിക്കൂത്രേ. ഇത് കണ്ടപ്പോൾ സന്തോഷമായി. 2000 കൈ അങ്ങോട്ട് കൊടുത്തു. നന്നായില്ലേ? അപ്പൊ പിന്നെ ധാരാളം മൃദംഗം വായിച്ചോളൂ. ഇങ്ങനെ കയ്യൊക്കെ കിട്ടി സന്തോഷമായി. മാത്രമല്ല മഹാദേവൻ തൻ്റെ മക്കളോടുകൂടെ ഉണ്ണിഗണപതി, കാർത്തികേയ സ്വാമിയൊക്കെ ആയിട്ട് ബാണന് കാവൽക്കാരനാം. ഇങ്ങനെ ഭഗവാന്റെ ഒക്കെ അല്ലേ, ബലിക്ക് സുതലത്തില് ഗദാപാണി അവസ്ഥിതം എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലേ, ഭഗവാൻ അവിടെ പോയി നിൽക്കുന്നുണ്ട് സുതലത്തില് ഗദാപാണിയായിട്ട്, ബലിയുടെ കാവൽക്കാരൻ. ഇങ്ങനെയാ ഭക്തന്മാരോടുള്ള കാരുണ്യം. മഹാദേവനും അതുപോലെ തന്നെയാ ബലിയുടെ കാവൽക്കാരനായിട്ട് അവിടെ മഹാദേവൻ ആ ബാണന്റെ കാവൽക്കാരനായിട്ട്. ആ സന്ദർഭത്തിലാണ് ആ ബാണന്റെ പുത്രിയായിട്ടുള്ള ഉഷ ബാണനെ, ആ അനിരുദ്ധനെ സ്വപ്നം കാണുന്നതും. ആ ചിത്രലേഖ എന്ന് പറയുന്ന തൻ്റെ സഖി ആ അനിരുദ്ധന്റെ ചിത്രം വരച്ചു കൊടുക്കുന്നത്, അനിരുദ്ധനെ മായാവിദ്യ കൊണ്ട് തട്ടിക്കൊണ്ടുവന്ന് ബാണന്റെ കൊട്ടാരത്തിൽ താമസിപ്പിക്കുക. കാരണം ഈ കുട്ടി ഇപ്പൊ ഇയാളെ മാത്രമേ വിവാഹം കഴിക്കൂ പറഞ്ഞു. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാം, ചിത്രലേഖയ്ക്ക് ബുദ്ധിമുട്ട്. അദ്ദേഹം പല മായാവിദ്യയും പഠിച്ചതാവുകൊണ്ട് അനിരുദ്ധനെ ദ്വാരകയിൽ നിന്ന് അങ്ങനെ കിടക്കയോട് കൂടി തട്ടിക്കൊണ്ടുവന്ന് ഉഷയുടെ കൊട്ടാരത്തിൽ കൊണ്ടുവച്ചു. ആരും അറിഞ്ഞില്ല എന്ന് പറയാൻ വയ്യ. ഭക്ഷണശാലയിൽ വിവരം അറിഞ്ഞു. എന്തേ, അതുവരെ 4-5 ഇഡ്ഡലി കൊണ്ടുപോയിരുന്നുള്ളൂ. ഇപ്പൊ ഉഷയുടെ കൊട്ടാരത്തിലേക്ക് 10-20 ഇഡ്ഡലി കൊണ്ടുപോണ്ട്. പക്ഷെ ഈ കുട്ടിയിട്ട് അത് ഈ കഴിക്കണതൊന്നും കാണുന്നില്ല. 10-20 ഇഡ്ഡലി കൊണ്ടുപോണ്ട്. പാചകക്കാരാലോചിക്കാൻ തുടങ്ങി, ഈ കുട്ടിക്ക് ഇപ്പൊ എന്തത്ര വേഗം വിശപ്പിന്റെ അസുഖം തുടങ്ങി. അവര് രഹസ്യമായിട്ട് അന്വേഷിച്ചപ്പോൾ ആ കുട്ടി മാത്രല്ല, അവിടെ ഒരാളും ഉണ്ട്. നന്നായില്ലേ, കാവക്കാരോട് പറഞ്ഞു അതിൻ്റെ ഉള്ള ഒരാളുണ്ട്. കാവക്കാരിങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. ഇനിയിപ്പോ ഇത് ബാണനോട് പോയിട്ട് പറയണ്ടേ, പിന്നെ എന്തിനാ നിങ്ങളെവിടെ വെച്ചിട്ടുണ്ടെ ചോദിക്കില്ലേ. ആദ്യം ഇവരുടെ തല പോവും. ചെന്ന് വരച്ചുകൊണ്ട് ബാണനോട് പറഞ്ഞു, അങ്ങയുടെ മകളുടെ കൊട്ടാരത്തിൽ ആരോ ഉണ്ടെന്നാ തോന്നണേ, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ ഞങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ട് കയറ്റിയതാന്ന് ആദ്യം തന്നെ പറഞ്ഞു. ബാണൻ ചെന്ന് അന്വേഷിച്ചു നോക്കിയപ്പോ സത്യമാണ്, അവിടെ ഒരു രാജകുമാരൻ. കണ്ടപ്പോ ഒരു സന്തോഷം. കാമാത്മജം തം ഭുവനൈക സുന്ദരം. അങ്ങനെ അനിരുദ്ധനെ ഭഗവാന്റെ പേരക്കുട്ടിയാം. പിന്നെ ആ സൗന്ദര്യം ഇല്ലാതിരിക്കുവോ? കണ്ടപ്പോ സന്തോഷമൊക്കെ തോന്നി. തൻ്റെ മകളുടെ സെലക്ഷൻ മോശമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇതൊരു ശരിയാണോ അല്ലേ? അങ്ങനെ വേണച്ചാൽ ഈ മകളുടെ കൊട്ടാരത്തിൽ കയറി ഒളിച്ചു താമസിക്കുക, അതൊരു 2ാം തരല്ലേ? അങ്ങനെ താല്പര്യം ഉണ്ടെച്ചാൽ വന്ന് അന്വേഷിച്ചിട്ട് വേണ്ടേ? ബാണം പറഞ്ഞു, പിടിച്ചു കെട്ടിടാൻ പറഞ്ഞു. അനിരുദ്ധനെ അവിടെ പിടിച്ചു കെട്ടിട്ടു. ഈ കഥ നാരദൻ അപ്പളേക്കും പോയിട്ട് ദ്വാരകയിൽ പോയിട്ട് പറഞ്ഞു അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് എന്ന്. ഇങ്ങനെയുള്ള ബാണന്റെ കൊട്ടാരത്തിലേക്ക് നാരായണ സൈന്യത്തോട് കൂടിയിട്ട്, കാരണം ബാണനാച്ച ഈ കയ്യിന്റെ തെരുപ്പ് തീരാൻ വയ്യാണ്ടേ മഹാദേവനോട് യുദ്ധത്തിന് പോയ ആളാ. ആരും ദേവന്മാരെ നരകാസുരന്റെ കഥ പറഞ്ഞ പോലെ ഇയാളുടെ യുദ്ധത്തിന് ആരെങ്കിലും വരണ്ടേ? ആരുമില്ല. ആ സന്ദർഭത്തിൽ ആ മഹാദേവനോട് പറഞ്ഞു, അങ്ങനെ എനിക്ക് യുദ്ധത്തിന് വരാൻ, കൈ കുറെ തന്നു, ഇപ്പൊ കയ്യിന്റെ മഹാദേവൻ വിചാരിച്ചു നന്നായില്ലേ, ഇത്ര അഹങ്കാരം അയ്യാൽ. പക്ഷെ ഇപ്പൊ മഹാദേവൻ ബാണനോട് യുദ്ധത്തിന് പുറപ്പെട്ട ഒരു അടിക്കേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ തൻ്റെ ഭക്തന്മാരെ ഉപദ്രവിക്കുക അത് ഭഗവാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് പറഞ്ഞു, നിനക്ക് പറ്റിയ എതിരാളി ഞാനല്ല, എനിക്കൊന്നും നിനക്കുള്ള എതിരാളി വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന ആളാ. കൊടിമരം പൊട്ടി വീണ് ദിവസേന പോയി നോക്കിയും കൊണ്ടിരിക്കണൊക്കെ ബാണൻ. ആ ബാണന്റെ അടുത്തേക്ക് ആണ് നാരായണ സൈന്യമായിട്ട് ഭഗവാൻ വരണ. പിന്നീട് അവിടെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിലാണ് ശിവജ്വരം മഹാദേവനും വിഘ്നേശ്വരനും കാർത്തികേയനും ഒക്കെ ബാണനെ സഹായിക്കാൻ വന്നു ചേർന്നു. ആ ശിവജ്വരത്തിനെ ഭഗവാൻ വൈഷ്ണവജ്വരം കൊണ്ട്
എതിരിടുന്നതും ആ വൈഷ്ണവജ്വരം ശിവജ്വരത്തിനെ തോൽപ്പിച്ചു. ഒടുവിൽ ആ ജ്വരം ഭഗവാനെ സ്തുതിക്കുന്ന രംഗമൊക്കെ ഭാഗവതത്തിലൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ആ മഹാദേവനെ അവിടെ ജൃംഭണാസ്ത്രം ഉപയോഗിച്ചു എന്നൊക്കെയാ പറയുക. കൊട്ടുവായുന്ന ജൃംഭണത്തിനൊക്കെ പേര് പറഞ്ഞില്ലേ. അങ്ങനെയാണ്ട് ആ സ്തംഭിപ്പിച്ച് നിർത്തി ഭഗവാൻ ആ ബാണന്റെ അധികമുള്ള കയ്യോളൊക്കെ ഇങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. വധിക്കാൻ പറ്റില്ല. കാരണം എന്താ? പ്രഹ്ലാദന്റെ വംശത്തിലുള്ളതാ. 21 തലമുറയെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് പ്രഹ്ലാദന് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വധിക്കാൻ പറ്റില്ല. ആ ബാണന്റെ ആ കൈകളാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ആ കൈകളൊക്കെ ഛേദിച്ചു. 4 കൈ മതി എന്ന് പറഞ്ഞു. അത് ആ ഭാഗം വല്ലാണ്ട് എഴുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട്. അങ്ങനെ ആ ബാണനെ അവിടെ ആ അഹങ്കാരം ബാണദർപ്പം തീർത്ത കഥ അത് പറഞ്ഞു. പിന്നീട് നൃഗമോക്ഷം എന്ന കഥയും പറഞ്ഞു. നൃഗൻ എന്ന രാജാവ് ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുത്തു. ആ നൃഗൻ പണ്ട് ദ്വിജരുഷാ കൃകലാസപുർധരം നൃഗനൃപം ത്രിദിവാലയമാവയൻ. പണ്ട് ദാനങ്ങൾ, പശുദാനങ്ങൾ ധാരാളം ചെയ്ത് അനവധി പൂർത്തകർമ്മങ്ങള്, ദാനങ്ങൾ, ഇതൊക്കെ എത്രയാ പുണ്യപ്രവൃത്തി ചെയ്തന്നെ നിശ്ചയില്ലാത്ത ആ നൃഗൻ ആ ഒരിക്കൽ തനിക്ക് അബദ്ധം പറ്റി ഒരിക്കൽ ദാനം കൊടുത്ത പശുവിനെ തിരിച്ച് വീണ്ടും അറിയാതെ തൻ്റെ അടുത്ത് തന്നെ വന്നുപെട്ടു. ഒരാൾക്ക് ദാനം കൊടുത്തതിന് മറ്റൊരു ബ്രാഹ്മണന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് ദത്താപഹാര ദോഷം വന്നു. ആ നൃഗനാണ് ഓന്തായിട്ട് ദ്വാരകയിൽ അവിടെ ആ കളിസ്ഥലത്ത് ഭഗവാൻ പേരക്കുട്ടികളോടും മക്കളോടും കൂടി കളിച്ചുകൊണ്ടിരിക്കുക. അത്രയും നോക്കൂ ഭഗവാൻ എന്തൊക്കെയാ കാണിച്ചത്. മുത്തശ്ശനായിട്ടും ഇവിടെ പന്ത് കളിച്ചോണ്ടിരിക്കുകയെന്ന്. ഇങ്ങനെ വേണമെന്ന് കളിചിരിയായിട്ട് പോയാൽ ഈ ലോകം നല്ല സുഖ. വലിയ ബലം പിടിക്കണ്ടെന്നാ പറയണതേ. നമ്മളാ ഷോല്ലേ ഓരോ വീട്ടിൽ പോയാൽ ബോംബ് പൊട്ടായിരിക്കണം മരിയാവും. ഇല്ലേ ഇവിടുത്തെ ടെൻഷൻ അവിടുത്തെ ടെൻഷൻ ഇങ്ങനെ വലിയ വലിഞ്ഞു മുറുകിയിട്ട് ചിരിക്കാൻ തന്നെ പറ്റില്ല ആൾക്കാർക്ക്. ചിരിക്കാൻ തന്നെ എന്തൊരു വിഷമാ. അങ്ങനെ കൊണ്ടടക്കാനുള്ളതൊന്നും ഇല്ല ഇതെന്ന്. എന്താ ഈ ജീവിതേ ആ ചിരിച്ച് എങ്ങനെ ആയാലും നമ്മൾ വിചാരിച്ച ഒന്നും ഇവിടെ നടക്കുന്നില്ല. നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടോ? നമ്മൾ പറയും ഞാൻ വിചാരിച്ചത് ഒന്നും നടന്നില്ല. ആരെ പറഞ്ഞ നമ്മളോട് വിചാരിക്കാൻ? ഇതുവരെ ഇപ്പം നമ്മൾ വിചാരിച്ച ഈ ലോകത്ത് വിചാരിക്കാൻ മതി. എന്നാ ബുദ്ധിമുട്ട് എന്നാ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പോണ കാറ്റത്തെ കരിയില പോലെ നമ്മുടെയൊക്കെ ജീവിതം. ഇത്ര കാലം നമ്മൾ വിചാരിച്ചൊന്നും നടന്നിട്ടില്ലല്ലോ. ഇല്ല. പിന്നെന്താ വിചാരിക്കാത്ത പലതും നടന്നിട്ടുണ്ട്. അത് ആര് നടത്തിയത്? ഒക്കെ ഭഗവാൻ. അതുകൊണ്ട് ആ ഭാവത്തിലിരുന്നാൽ മതി. അത് തന്നെ കൃഷ്ണാവതാരത്തിലെ ഭഗവാൻ ഗൃഹസ്ഥാശ്രമം കാണിച്ചു തരുന്നത്. സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ചങ്ങോട്ട് പോയി. ഇതിനെ വലിയ ഗൗരവത്തിലൊക്കെ കണ്ട് അല്ലേ. അതങ്ങനെ പറഞ്ഞില്ലേ 2015 മെയ് 3 ഉച്ചയ്ക്ക് നീ പറഞ്ഞില്ലേ അത് ഇപ്പോഴും എൻ്റെ പെടണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്തിനാ അത് കൊണ്ടു കിടക്കണം? അത് അപ്പം അങ്ങോട്ട് കളഞ്ഞാൽ മതിയേ. മനുഷ്യന് എന്തെങ്കിലും പറയും. ചിലപ്പോൾ ഇഷ്ടാവും, ചിലപ്പോൾ ഇഷ്ടമൊക്കെ ചിലപ്പോൾ നമുക്ക് കേട്ടാൽ ദേഷ്യം വരും, ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. അത് നാട്ടിലായാൽ നമ്മൾ എന്താ എല്ലാവരോടും തല്ലൂടാൻ പോവോ? ഇല്ല. അതുപോലെ തന്നെ വീട്ടിലേ അങ്ങനെ ചിരിച്ച് കളിച്ചാൽ മതി എന്ന് ഭഗവാൻ കാണിച്ചു തരാം. മുത്തശ്ശനായിട്ട് പേരക്കുട്ടികളുടെ കൂടെ പന്ത് കളിക്കുക അത്രേ. ഈ സമയത്ത് ആ പന്ത് കിണറ്റിൽ പോയിട്ട് വീണ് കുട്ടികൾ പന്തെടുക്കാൻ പോയപ്പോൾ ആ വലിയൊരു ഓന്തകൃകലാസം. ആ ഓന്തിനെ കണ്ടപ്പോൾ മുത്തശ്ശനെ വിളിച്ചു. അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഭഗവാൻ ചെന്നൊന്ന് തൊട്ടതോടുകൂടി ഒരു രാജാവായി. ആരാ ചോദിച്ചപ്പോഴാണ് ഞാൻ മൃഗനാണ് എന്നും അദ്ദേഹം ഈ ദാനം കിട്ടിയതിൻ്റെ കഥ. ആ ദാനത്തിന്റെ ഭാഗം അതിലിങ്ങനെ ഈ ദത്താപഹാരം ഒരാളൊക്കെ കൊടുത്തത് തിരിച്ച് വാങ്ങിച്ചേപ്പ പാപായിത്ര. അതാണ് കൊടുത്തില്ലെങ്കിലും ദോഷമില്ല. കൊടുത്ത സാധനം തിരിച്ച് വാങ്ങരുത്. അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങാറൊന്നുമില്ല അല്ലേ. എന്നാ വാങ്ങാറൊക്കെ ഉണ്ട്. എങ്ങനെയാ വാങ്ങണേ? മനസ്സുകൊണ്ട് വാങ്ങില്ലേ. ഒന്ന് കണ്ടു ഒരാള്, അയ്യോ ഒന്ന് അതിക്ക് തരുമോ? മോഹിച്ചിങ്ങോട്ട് വാങ്ങിയത് അയാളോട് ഇനിയിപ്പോൾ തരില്ല. ശരി എന്നാ വെച്ചോളൂ. ഇതിപ്പോ എന്താ? കൊടുത്തത് വാങ്ങന്നെ. മനസ്സ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കൊടുക്കുക വെച്ചാൽ മനസ്സറിഞ്ഞു. നിങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ ആർക്കും സങ്കടമൊന്നുമില്ല. പക്ഷെ കൊടുക്കുമ്പോ മനസ്സറിഞ്ഞു കൊടുക്കണം. അതിനാണ് ആനന്ദം. എന്ത് വസ്തുവാണെങ്കിലും. അല്ലെങ്കിൽ കൊടുക്കണ്ടെന്ന് വെച്ചാൽ മതി. അതുപോലെയൊക്കെ തന്നെ ഇവിടെ. പക്ഷെ പശുദാനങ്ങൾ ചെയ്തിട്ട് അദ്ദേഹം ഓന്തായി കിടന്നു. പക്ഷെ അനവധി പുണ്യപ്രവൃത്തി ചെയ്യുകൊണ്ട് യമധർമ്മൻ ഒരനുഗ്രഹം കൊടുത്തു. അത്രേ എന്താ? അങ്ങേക്ക് തീരുമാനിക്കാം. സ്വർഗം അനവധി കാലത്തെ സ്വർഗവാസമുണ്ട്, ഒരു പാപമുണ്ട്, അതുകൊണ്ട് കുറച്ച് നരകശിക്ഷയുണ്ട്. സാധാരണ യമധർമ്മനാ നിശ്ചയിക്കുക
ഇതിപ്പോ അങ്ങ് ഇത്ര പുണ്യം ചെയ്ത ആളാവുകൊണ്ട് അങ്ങക്ക് നിശ്ചയിക്കുക ആദ്യം സ്വർഗം വേണോ പിന്നെ നരകം വേണോ എന്ന്. ഇദ്ദേഹം ഇരുന്ന് ആലോചിച്ചു, ഞാനിപ്പോ സ്വർഗത്ത് പോയാച്ചുള്ള സ്ഥിതി എന്താ? ദിവസേന അവിടെ സുഖം അല്ലേ? ഉർവശിയും മേനകൊക്കെ ഡാൻസ് വന്ന് അവിടെ വന്നിരിക്കുമ്പോൾ അമ്മ എന്താ സ്ഥിതി? നമ്മൾ ഭാഗവത്തിന് മുമ്പ് പോയിരുന്ന മാതിരിയാവും. ഇവിടെ അങ്ങനെ എന്തെങ്കിലും പറയണ്ട, വീട്ടിലെ വന്ന് വൈകുന്നേരത്തെ എന്താ കഷ്ണം അല്ലേ? അതല്ലേ ആ ഛായയിൽ സ്വർഗത്തിൽ മേനകയുടെ ഡാൻസ് കാണുമ്പോഴും ഈശ്വരാ നീ ആ നരകത്ത് പോയിട്ട് ആ കുംഭീഭാഗത്തിലുള്ള വറക്കൽ വേണ്ടേ? സ്വർഗത്തിലായിരിക്കുക നരകത്തിലായിരിക്കുക? നരകത്തിൽ തന്നെയല്ലേ? അതന്നല്ലേ അവസ്ഥ. ഇരിക്കണത് എവിടെ, മനസ്സ് എവിടെ പോണത്? നിർഗാൻ ആലോചിച്ചു, ഇതിലും ഭേദം എന്താ? ആദ്യം നരകത്തിൽ അങ്ങോട്ട് പോയിട്ട് ആ ദുരിതമൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്ത് വന്നാൽ സുഖമായിട്ടിരിക്കാം അല്ലേ? ആ ദുരിതങ്ങളെ ആദ്യം അങ്ങോട്ട് ഒഴിവാക്കുക, അപ്പൊ പിന്നെ ആ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഞാൻ നരകം മതി പറഞ്ഞു. ആ നരകത്തിന്റെ ശിക്ഷയും കഴിഞ്ഞ് അതിന്റെ ബാക്കിയായി ഒന്നായിട്ട് ഇവിടെ ജനിച്ചു. ഇപ്പൊ ആ ദുരിതം കഴിഞ്ഞു. മാത്രമല്ല അങ്ങയെ കണ്ടതോടുകൂടി എൻ്റെ സകല പാപവും തീർന്നു. ഇനി ഞാൻ സ്വർഗത്തിലേക്ക് പോകണു. ഇത് തന്നെയാ, എവിടെ ഇരുന്നിട്ടും കാര്യമില്ല. എന്താ, മനസ്സ് ഭംഗിയാക്കി വെച്ചാൽ എവിടെയും സ്വർഗം. അതും കൂടി നൃഗം കാണിച്ചു തരാം. നമ്മൾ എവിടെ ഇരുന്നോട്ടെ, എവിടെ ഇരിക്കുമ്പോഴും സൽചിന്തകളോട് കൂടി ഇരിക്കുകയാണ് വെച്ചാൽ ആനന്ദം ആണ്. കാരണം ഈ നമുക്കുള്ള ആനന്ദം വേറൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വസ്തുവല്ല. ഏതെങ്കിലും ഒരു വസ്തുവിനെ ആശ്രയിച്ചിട്ടല്ല അവനവൻ ഉണ്ടാക്കണതാ. രാമകൃഷ്ണ പരമഹംസര് പറഞ്ഞ പോലെ ആനന്ദം ചെരുപ്പ് പോലെയാന്ന് പറയും അല്ലേ? ലോകത്ത് മണ്ണും കല്ലും മുള്ളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാലിനെ സംരക്ഷിക്കണു ചെരുപ്പ് വെച്ചിട്ട് അല്ലേ? ലോകം മുഴുവൻ മാറ്റിടാൻ പറയുന്നുണ്ടോ? അപ്പൊ നമ്മളെ കിട്ടും. ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവന്റെ കാര്യത്തിൽ ആവശ്യമില്ലാണ്ട് ഇടപെടാതിരിക്കുക. അവിടെ നിന്നും ഇവിടെ നിന്നുള്ള ചപ്പ് ചവറ് വാരി കൂട്ടി മനസ്സിൽ കയറ്റി വെച്ചിട്ട് കൊണ്ടാണ് നിൽക്കുക. വേറെ ആളുടെ അന്വേഷിക്കണ്ട. അവനവന് ആനന്ദം അവനവൻ ഉണ്ടാക്കുക. നമ്മുടെ മനസ്സിനെ ശുദ്ധാക്കി വെച്ചാൽ ഒന്നിനോടും ചേരാതിരിക്കുന്ന എല്ലാറ്റിൻ്റെയും ഒപ്പം ഇരിക്കാം. രമണ മഹർഷിയൊക്കെ ഇരുന്നിരുന്ന പോലെ ഏത് ബഹളത്തിലിരിക്കുമ്പോഴും നമ്മളായിട്ട് ഇരുന്നാൽ ഒന്നും നമ്മളെ ബാധിക്കില്ല. അല്ലാണ്ട് ഈ കണ്ടത് മുഴുവനെ വാരി വലിച്ച് വീട്ടിലേക്ക് വൈകുന്നേരം കൊണ്ടുപോകുമ്പോൾ ആ ബുദ്ധിമുട്ടേ അത് പിന്നെ ഇങ്ങനെ തേട്ടി അതൊന്നും വേണ്ട. ഒരാൾ പറഞ്ഞു, ചിലപ്പോൾ വിഷമായി, ഒരാൾ കുറച്ച് ദേഷ്യം, അത് അവിടെ വിടുക. വാക്ക് കഴിഞ്ഞില്ലേ, എന്തിനത് കൊണ്ടുനടക്കണം? ഇങ്ങനെ നമുക്ക് ഏത് നരകത്തിലിരുന്നാലും സ്വർഗം അനുഭവിക്കാം. അതും കൂടി നിർഗണ്ട കഥ ബോധിപ്പിക്കണം. അങ്ങനെയുള്ള കഥകളാണ് പിന്നീട് പൗണ്ഡ്രക വാസുദേവൻ, ഞാൻ തന്നെ വാസുദേവൻ എന്ന് പറഞ്ഞതായിട്ടുള്ള ഭക്തിയുടെ വലിയൊരു പ്രത്യേകമായിട്ടുള്ള ഭാവമാണ് പൗണ്ഡ്രക രാജ്യത്തെ വാസുദേവൻ എന്ന് വെച്ചാൽ. ശരിക്കും പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്ന ബോധം പോലെ ഇയാൾ കാണിച്ചതൊക്കെ കോപ്പറാട്ടികളായിരുന്നു വെച്ചാലും അവിടെ എന്താ, ഏനകേന പ്രകാരേണ മനകൃഷ്ണേ നിവേശ്യതി, അത് തന്നെയാണ് കാണിക്കണത്. കാമം കൊണ്ടോ ക്രോധം കൊണ്ടോ ഭയം കൊണ്ടോ ഇങ്ങനെയുള്ളൊക്കെ ഭക്തിയുടെ ഭാവങ്ങളെ നമ്മൾ കാണിച്ചു തന്നു. അതേപോലെ ഈ ഭഗവാൻ ജ്ഞാനാകൃഷ്ണൻ, ജ്ഞാനവാസുദേവൻ എന്ന് പറഞ്ഞ് കുറേ വേഷമൊക്കെ കെട്ടി നടന്ന ആ പൗണ്ഡ്രക രാജ്യത്തെ വാസുദേവനെയും ഭഗവാൻ അനുഗ്രഹിച്ച് സാരൂപ്യമുക്തി കൊടുത്തും വിവിധ വധം ബലരാമസ്വാമികളുടെ കഥയും ഇങ്ങനെ ഭഗവാന്റെ ലീലകൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകണു.